ഒരിക്കലും നശിക്കുകയില്ല. പിന്നെ അത് എന്താണ്, അതെല്ലായ്പ്പോൾ അത് പിന്നെ അത് മുമ്പുണ്ടായതല്ല, ഇനി ഉണ്ടാവാൻ പോകുന്നതല്ല. പിന്നെ അതെല്ലാ സന്ദർഭവും നിരന്തരമായി ഉള്ള ഒരു കാര്യമാണെന്ന രീതിയിലാണ് ഭീമിനെ കുറിച്ച് പറഞ്ഞത്. അപ്പൊ നമ്മള് ഇവർ രണ്ടാളുടെ ചിന്തകളില് പിന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചില സംഗതികള് ഇവര് പറഞ്ഞതിൽ നിന്ന് പിന്നെ രണ്ടു തരം റീസണിങ്. നമ്മളിപ്പോ മോഡേൺ സയൻസ് നല്ല ഇസ്ലാമിന്റെ ഇന്റലക്ച്വൽ ട്രഡീഷൻ തന്നെ എടുത്തു നോക്കി കഴിഞ്ഞാല് നമുക്കറിയാം, പിന്നെ നമ്മള് നോളജ് ജനറേഷൻ, ഞാൻ പറഞ്ഞ റേഷണൽ നോളജ് ജനറേഷനെ കുറിച്ചാണ്. റേഷണൽ ആയിട്ട് നമ്മുടെ യുക്തിയും ബുദ്ധിയും ഒക്കെ ഉപയോഗിച്ചിട്ടുള്ള നോളജ് ജനറേഷന് നമ്മൾ രണ്ട് രീതികൾ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് ഡിഡക്ഷനും ഒന്ന് ഇൻഡക്ഷനുമാണ്. ഒന്ന് ഡിഡക്ഷനും ഒന്ന് ഇൻഡക്ഷനാണ്. അപ്പൊ യഥാർത്ഥത്തില് ഇവരുടെ ചിന്തകളെ പഠിച്ച ആളുകള് യഥാർത്ഥത്തിൽ പറഞ്ഞ പാർമെനൈറ്റ്സിന്റെ തിങ്കിങ് ഒരു ഡിഡക്റ്റീവ് റീസണിങ് ആണ്. കാരണം പാർമെനൈറ്റ്സ് പറഞ്ഞ ഒരു സാധനം എന്താന്ന് പറഞ്ഞാല് ഒരു അൾട്ടിമേറ്റ് ബീയിങ് ഉണ്ട് എന്നുള്ളതാണ്. ആ ബീയിങ്ങേ ഉള്ളൂ യഥാർത്ഥത്തില്. മറ്റുള്ളതൊക്കെ തന്നെ എന്താണ്, കുറെ അപ്പിയറൻസസും പിന്നെ ആ ഒരു ബീയിങ്ങിൻ്റെതായ ഒരു പെർസ്പെക്റ്റീവിൽ നിന്നിട്ട് നമ്മൾ എന്താണ് ബിക്കമിങ് ആയിത്തീരുന്ന കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം തന്നെ ഇല്ലൂസറിയാണ്. അപ്പൊ ആ ബീയിങ്ങിൽ നിന്ന് കൊണ്ട് നമ്മൾ എന്താണ് ആ ഒരു ആക്ച്വലി പിന്നെ ഡിഡക്റ്റീവ് റീസണിങ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ കുറച്ച് പിന്നെ പ്രിൻസിപ്പിൾസ് ഉണ്ടാവും. ആ പ്രിൻസിപ്പിൾസിൽ നിന്ന് എന്താണ് വേറെ ചില തത്വങ്ങളെ ഡെഡ്യൂസ് ചെയ്തെടുക്കുക. ആ തത്വങ്ങളിൽ നിന്ന് വീണ്ടും കൂടുതൽ തത്വങ്ങളെ ഡെഡ്യൂസ് ചെയ്തെടുക്കുക. ഉദാഹരണത്തിന് നമ്മൾ ആക്സിയോമാറ്റിക് മെത്തേഡ്സ് ഒക്കെ ഉണ്ട്. യൂക്ലിഡിയൻ ജോമെട്രി ഒക്കെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു 4-5 ആക്സിയംസ് ഉണ്ടാവും, അടിസ്ഥാന പ്രമാണ തത്വങ്ങൾ. ഈ തത്വങ്ങൾ എന്താണ്, അവയെ പരസ്പരം എന്താണ് അവ തമ്മിൽ പിന്നെ കൂട്ടി യോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്നെന്താണ് പുതിയ തത്വങ്ങൾ, സിദ്ധാന്തങ്ങൾ ഉണ്ടാക്കാം. അതിന് അങ്ങനെ അതിൽ നിന്ന് നിഷ്പന്നമായി തീർന്ന സിദ്ധാന്തങ്ങളെയും ആ മുമ്പുള്ള തത്വങ്ങളെയും അല്ലെങ്കിൽ ഈ സിദ്ധാന്തങ്ങൾ തന്നെ വീണ്ടും പരസ്പരം എന്താണ് അവയെ യോജിപ്പിച്ചുകൊണ്ട് അതിൽ നിന്ന് വീണ്ടും പുതിയ കാര്യങ്ങൾ നിർദ്ധാരണം ചെയ്തെടുക്കുക. ഇങ്ങനെ പോകുന്നതായ ഒരു രീതിയാണ് എന്ത് ഡിഡക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ചില ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ നിന്ന്, അതതിന്റെ ഒരു രസം അതാണ്, വളരെ കുറഞ്ഞതായ ഫണ്ടമെന്റൽ പ്രിൻസിപ്പിൾസിൽ നിന്ന് വലിയ ഒരു ഹൈലി സോഫിസ്റ്റിക്കേറ്റഡ് ആയ ഒരു സയൻസിനെ പൂർണ്ണമായിട്ടും ഡെവലപ്പ് ചെയ്ത് എടുക്കാൻ പറ്റും എന്നുള്ള സ്വഭാവങ്ങൾ. ഇസ്ലാമിനൊക്കെ അങ്ങനെ ഉണ്ടല്ലോ. നമ്മളുടെ ഇസ്ലാം കാര്യങ്ങളും ഈമാൻ കാര്യങ്ങളും എന്ന് പറഞ്ഞതായ കുറച്ച് തത്വങ്ങൾ വെച്ചുകൊണ്ടെന്നാണ് നമുക്ക് വലിയൊരു ജീവിതത്തിന്റെ ഒരു വലിയ ഒരു പിന്നെ ഒരു വ്യവസ്ഥയോ അല്ല എന്താണ് ഒരു സിസ്റ്റത്തിനെ ഒരു ജീവിതക്രമത്തെയൊക്കെ തന്നെ എന്താണ് വളരെ സങ്കീർണവും എന്താണ് എല്ലാ മേഖലകളിലും വ്യാപിച്ചു നിൽക്കുന്നതുമായ കാര്യങ്ങളെ കുറച്ച് മൂല്യങ്ങളിൽ നിന്ന് നമുക്ക് ഡെവലപ്പ് ചെയ്തെടുക്കാൻ പറ്റില്ല. അപ്പൊ ഈ ഒരു ഡിഡക്റ്റീവായ സംഗതി എന്ന് പറഞ്ഞാൽ ദാറ്റ്സ് വെരി ഇമ്പോർട്ടന്റ്. നമ്മൾ വളരെ പ്രിൻസിപ്പിളായ കുറച്ച് തത്വങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ കുറെ അറിവുകൾ അടങ്ങിയിട്ടുണ്ടാവും. ആ അറിവുകളെ കൂടുതൽ നമ്മൾക്ക് എന്ത് ചെയ്യുന്നത്, നമുക്ക് ആ അറിവുകളെ ഡെഡ്യൂസ് ചെയ്ത് ഇലാബറേറ്റ് ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, കുറെ ശാസ്ത്രങ്ങൾ ഉണ്ടാക്കി തീർക്കാൻ പറ്റും ഒരു ഡിഡക്ഷൻ എന്ന് പറയുന്ന രീതിയിൽ. അപ്പൊ നമ്മളെന്താണ് ഒരു അൾട്ടിമേറ്റ് ബീയിങ്ങിനെ കുറിച്ച് പറഞ്ഞ് ആ അൾട്ടിമേറ്റ് ബീയിങ്ങിൽ നിന്നുണ്ടാകുന്ന മാനിഫെസ്റ്റേഷൻസ് ആയിട്ട് എന്താണ് പിന്നീട് ഉണ്ടായിത്തീരുന്നത് ബിക്കമിങ് ആയിട്ട് വരുന്ന എല്ലാ കാര്യങ്ങളെയും കാണുന്ന ഒരു പെർസ്പെക്റ്റീവ് ഉണ്ടല്ലോ. അപ്പൊ സ്വാഭാവികമായിട്ട് എന്താണ് അതൊരു ഡിഡക്റ്റീവായ ഒരു റീസണിങ്ങിന്റെ ഒരു സ്വഭാവം അതിനുണ്ടല്ലോ. ഹെറാക്ലീറ്റസിന്റെ സംഗതിനെ ഇൻഡക്റ്റീവ് എന്ന് പറയാറുണ്ട്. ഞാൻ പറഞ്ഞത് ഇതിങ്ങനെ പാർമെനൈഡസ് ടോട്ടലി ഡിഡക്റ്റീവ് ആണ്, ഹെറാക്ലീറ്റസ് ടോട്ടലി ഇൻഡക്റ്റീവ് ആണ് എന്ന രീതിയിലുള്ള ചില പിന്നെ ഇക്വേഷൻസ് ഒന്നും നമ്മൾ ഉണ്ടാക്കാൻ പോകണ്ട. പക്ഷെ ഇതിലൊക്കെ ഞാൻ പറയുന്നത് അതിലൊക്കെ അങ്ങനെ ഉണ്ട് എന്നുള്ളതാണ്. ഹെറാക്ലീറ്റസ് എന്ന് പറഞ്ഞാല് നമ്മൾക്ക് ചുറ്റുമുള്ള പ്രതിഭാസങ്ങളിലേക്ക് പിന്നെ സംഗതികളിലേക്ക് നോക്കിയിട്ട് അവിടെ നിന്ന് അദ്ദേഹം ഇൻഡ്യൂസ് ചെയ്തെടുക്കുകയാണ്. ഇൻഡക്ഷൻ ആണ് നടത്തുന്നത്. ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം എന്താണ് ഇൻഡക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. പിന്നെ നമ്മളെന്താണ് നമ്മളുടെ സെൻസസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളും അതുപോലെ തന്നെ നിരീക്ഷണത്തിൻ്റെതായ നമ്മുടെ ഇന്ദ്രിയങ്ങളും ഉപാധികളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് പല പ്രതിഭാസങ്ങളെ നമ്മൾ നിരീക്ഷിക്കുന്നു. ആ നിരീക്ഷിക്കപ്പെട്ട പ്രതിഭാസങ്ങളിൽ നിന്ന് എന്താണ് അവയെ വ്യാഖ്യാനിക്കാനുള്ള ചില തത്വങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നിർദ്ധാരണം ചെയ്തെടുക്കുന്നുണ്ട്. അപ്പൊ ഇത് ഈ ഡിഡക്ഷന്റെ ഒരു ഓപ്പോസിറ്റ് പ്രോസസ് ആണ്. ഡിഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെ അടിസ്ഥാനപരമായ തത്വങ്ങളിൽ നിന്ന് എന്താണ് കൂടുതൽ തത്വങ്ങളെ നിർദ്ധാരണം ചെയ്തെടുക്കുന്നതായ പ്രോസസ്സാണ് ഡിഡക്ഷൻ. ഇൻഡക്ഷൻ എന്ന് പറയുന്നത് എന്താണ്, നമ്മളുടേതായ കാഴ്ചയിലും അനുഭവത്തിനും ആ സംഗതികളൊക്കെ എംപയറിക്കലായിട്ട് വന്നത് വേണം പറയാം. എംപയറിക്കൽ എന്ന് പറഞ്ഞാൽ വാക്കിന് കുറെ ഡേഞ്ചറസ് മീനിങ്സ് ഉണ്ട്. അതുകൊണ്ട് ഞാൻ എല്ലാം തന്നെ എന്താണ്
അവയെ വിശദീകരിക്കുന്നതായി. ഉദാഹരണത്തിന് പിന്നെ നമ്മളുടെ ന്യൂട്ടന്റെ ഗ്രാവിറ്റേഷൻ ലോ, അതെന്താണ്? അതൊരു ഡിഡക്റ്റീവ് റീസണിങ് ആണ് വലിയൊരളവോളം. അതിൽ ഇൻഡക്റ്റീവായ തലങ്ങള് ഇൻഡക്റ്റീവും ഡിറ്റക്റ്റീവും ആണെന്നൊക്കെ രീതിയിലൊക്കെ അതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം എന്ന് പറഞ്ഞാൽ കെപ്ലറിന്റെ മാത്തമാറ്റിക്കലൈസേഷൻ ഒക്കെ അതിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന രീതിയിൽ അത് വേറെ വിഷയമാണ്. ബട്ട് സ്റ്റിൽ എന്താണ് നമ്മൾ കാണുന്നത്, അവരെന്ത് ചെയ്യുന്നു പറഞ്ഞാൽ ആപ്പിള് താഴെ വീഴുന്നു ഭൂമിയിലേക്ക്. അപ്പൊ അതിൽ നിന്ന് എന്താണ് ആ വീഴുന്നതിന്റെ പിന്നെ വീഴുന്നതും അതുമായി ബന്ധപ്പെട്ട അതിന്റെ പ്രവേഗവും കാര്യങ്ങളും മറ്റു സംഗതികളും എല്ലാം തന്നെ നമ്മൾ നിരീക്ഷിച്ച് പഠിച്ച് അതിനെല്ലാം തന്നെ എന്താണ് കുറെ കാര്യങ്ങൾ തമ്മിലുള്ള സമാനതകളൊക്കെ മനസ്സിലാക്കി അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു തത്വത്തെ നിർദ്ധാരണം ചെയ്തെടുക്കാൻ പറ്റുമല്ലോ. ഉദാഹരണത്തിന് പിന്നെ എന്താണ് പിന്നെ ആ ഒരു രീതിയിൽ നമ്മൾ എന്താണ് കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടല്ലോ. അപ്പൊ അതൊരു തരം ഇൻഡക്ഷൻ ആണ്. അപ്പൊ ആ രീതിയിൽ അതിനെ കുറിച്ച് അങ്ങനെ പറയാറുണ്ട്. അപ്പോ എന്തായാലും ഈ അർത്ഥത്തില് പിന്നെ സ്വാഭാവികമായിട്ട് ഏത് ചിന്തകന്മാർ ഓരോ ആശയങ്ങൾ കൊണ്ടുവരുമ്പോ പിന്നെ അതുമായി ബന്ധപ്പെട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൗണ്ടർ ആർഗ്യുമെന്റ്സും സംഗതികളൊക്കെ ഉണ്ടായിത്തീരാം. ഇപ്പൊ സീനോനെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞാൽ, സീനോനെ സാധാരണഗതിയിൽ ആളുകൾ പറയാറുള്ളത് അദ്ദേഹം പിന്നെ പാർമിനൈറ്റ്സിന്റെ ശിഷ്യനായിരുന്നു എന്ന് സീനോനെ കുറിച്ചിട്ട് പറയാറുണ്ട്. പാർമിനൈറ്റ്സിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്ന ഒരാളാണ് എന്നൊക്കെ പറയുന്നത്. സോക്രട്ടീസിന് ഏകദേശം ഒരു 20 വയസ്സ് കൂടുതൽ മൂത്ത ഒരാളാണ് പിന്നെ സീനോ എന്നൊക്കെ അദ്ദേഹത്തെ കുറിച്ച് പറയാറുണ്ട്. അപ്പോ അദ്ദേഹം ചില പാരഡോക്സസ്, ചില പ്രഹേളികകൾ നമ്മൾ മലയാളത്തിൽ പറയുമല്ലോ, ചില പാരഡോക്സസ് അദ്ദേഹം പിന്നെ ഉന്നയിക്കുന്നുണ്ടായി. ഈ പാരഡോക്സസ് അദ്ദേഹം ഉന്നയിച്ചത് എന്തിനാന്ന് പറഞ്ഞാല് പിന്നെ ഇന്നും നമ്മുടെ മാത്തമാറ്റിക്സിനോ സയൻസിനോ ഓവർകം ചെയ്യാൻ പറ്റാത്ത ചില ഫിലോസഫിക്കലായ മെറ്റാഫിസിക്കലായ ചില ഫോളസീസ് ഉണ്ട്. ആ ഫോളസീസിനെ തുറന്നു കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം ആ ഒരു പാരഡോക്സസ് കൊണ്ടുവന്നത്. പക്ഷെ അത് സ്വാഭാവികമായിട്ട് എന്താണ്, അത് പിന്നെ ശരിയായ രീതിയിൽ അതിന് മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്, തെറ്റായ രീതിയിൽ മനസ്സിലാക്കിയ ആൾക്കാരുണ്ട്. കുറെ ആളുകൾ ഇന്ന് അഹങ്കരിക്കുന്ന നമ്മൾ ആധുനിക ഗണിതശാസ്ത്രത്തിനുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളിലൂടെയൊക്കെ തന്നെ എന്താണ് സീനോന്റെ പാരഡോക്സസുകളുടെ പൊള്ളത്തരൊക്കെ തന്നെ എന്താണ് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞിട്ടുണ്ട് എന്ന രീതിയിൽ വളരെ സൂപ്പർഫിഷ്യലായ രീതിയിൽ ഒക്കെ അതിനെ മനസ്സിലാക്കുന്ന ആളുകളൊക്കെ ഉണ്ട്. നമുക്ക് അതിലേക്ക് എന്തായാലും പോവാം. ബെർട്രാൻഡ് റസല് അതുപോലെ തന്നെ കുറെ ആളുകള് പിന്നെ വളരെ കനപ്പെട്ട കുറെ മാത്തമെറ്റീഷ്യൻസ്, റസൽ നിങ്ങൾക്ക് അറിയാലേ, വളരെ പ്രധാനപ്പെട്ട ഒരു മാത്തമെറ്റീഷ്യൻ ആയിരുന്നു റസലാണെങ്കിലും പിന്നെ ഹെർമൻ വെയിലാണെങ്കിലും അതുപോലെ തന്നെ കുറെ മാത്തമെറ്റീഷ്യൻസ്. അവര് എന്താണ് ഈ സീനോന്റെ പാരഡോക്സസിന് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ആർഗ്യുമെന്റ്സിന് പിന്നെ വളരെ ഗഹനമായ സംഗതികളായി തന്നെയാണ് അതിനെ മനസ്സിലാക്കിയത്. കാരണം അതിന് നമ്മൾ ആഴത്തിൽ മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് വളരെ ഗഹനം തോന്നും. അതേ സമയത്ത് നമ്മൾ വളരെ ആധുനിക ശാസ്ത്രത്തിന്റെ ഭയങ്കര ആൾക്കാരായി നിന്നുകൊണ്ട് നമ്മുടെ ശാസ്ത്രം എല്ലാ കാലഘട്ടത്തിലുള്ള വിജ്ഞാനങ്ങളെക്കാളും ഭയങ്കര സംഭവമാണെന്നൊക്കെ മനസ്സിലാക്കി നമ്മൾ പിന്നെ ഇതിൽ അതിനുള്ള എല്ലാത്തിനുള്ള ഉത്തരവുണ്ട് എന്നൊക്കെ നമ്മൾ അഹങ്കരിച്ച് കഴിഞ്ഞാൽ നമ്മൾ ചില പൊള്ളയായ ചില ന്യായങ്ങളൊക്കെ നമ്മൾ പറയും. പക്ഷെ അതുകൊണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല, ഡീപ്പറായ ചില പ്രോബ്ലംസ് പരിഹരിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകുന്നത്. എന്നാലും റസൽ പറഞ്ഞതാണ്, സൈനോസ് ആർഗ്യുമെന്റ്സ് ഇൻ സം ഫോം ഹാവ് അഫോർഡഡ് ഗ്രൗണ്ട്സ് ഫോർ ഓൾമോസ്റ്റ് all the theories of space and time and infinity which have been constructed from his day to our own എന്നാണ് പറഞ്ഞത്. സീനോന്റെ ഈ പിന്നെ പിന്നെ വാദങ്ങള് അത് ഏതോ രൂപത്തിൽ എന്താണ് പിന്നെ നമ്മുടെ അദ്ദേഹത്തിന്റെ കാലം തൊട്ട് ഈ കാലം വരെ പിന്നെ സ്ഥലത്തെ കുറിച്ചും കാലത്തെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് അനന്തത, ഇൻഫിനിറ്റിയെ കുറിച്ചിട്ട് എന്തെല്ലാം തിയറികൾ ഉണ്ടായിട്ടുണ്ടോ അതിനെല്ലാമുള്ള ചില അടിത്തറകള് പിന്നെ നൽകുന്നതിൽ എന്താണ് ഒരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന രീതിയിലൊക്കെ ബർട്രാൻഡ് അതിനെ കുറിച്ച് പറഞ്ഞതാണ്. അത് പിന്നെ എല്ലാ കാലഘട്ടത്തിലും എൻഗേജ് ചെയ്തിട്ടുണ്ട്. അരിസ്റ്റോട്ടിൽ എൻഗേജ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം സീനോ ഇത് പറഞ്ഞതിന് ശേഷം പല ആളുകളും എന്താണ് ഈ വിഷയങ്ങളെ എൻഗേജ് ചെയ്തതായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ത്രൂ ഔട്ട് മിഡിൽ ഏജസിൽ എന്താണ് എക്വിനാസ് ആണെങ്കിലും അതുപോലെ തന്നെ അതിനുശേഷം വന്ന ആളുകളാണ് ലൈബ്നിറ്റ്സ് ആണെങ്കിലും, ലൈബ്നിറ്റ്സിന് ശേഷം അതിനുശേഷം തുടർന്ന് വന്ന എല്ലാ ആളുകളും എന്താണ് സീനോന്റെ ഈ സംഗതികളെ കുറിച്ചിട്ട് അവര് പിന്നെ ആലോചിക്കുകയും ചിന്തിക്കുകയൊക്കെ ചെയ്തിരുന്നു. പല അഭിപ്രായങ്ങളോ സംഗതിനെ കുറിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, വളരെ ബൃഹത്തായ ഒരു ഏരിയ ആണ്. നമ്മൾ അതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തൂല. എന്തായാലും നമുക്ക് അദ്ദേഹം പറഞ്ഞ പാരഡോക്സസ് എന്താണെന്നൊന്ന് പരിശോധിച്ച് ചുരുങ്ങിയൊരർത്ഥത്തിൽ അതിനെ കുറിച്ചിട്ട് ചർച്ച ചെയ്യാന്നുള്ള മാത്രമാണ്
ഈ ഒരു ക്ലാസ്സിൽ നമുക്ക് സാധിക്കുള്ളൂ. കുറെ പാരഡോക്സസ് ഉണ്ട്, 40ഓളം പാരഡോക്സസ് ഒക്കെ ഉണ്ടായിരുന്നു എന്നാണ്. അതൊക്കെ പലതും നഷ്ടപ്പെട്ടതാണ്. പിന്നീട് പ്ലാറ്റോന്റെ അരിസ്റ്റോട്ടലിന്റെ പുസ്തകങ്ങളിൽ ഒക്കെയാണ് അത് വീണ്ടും വീണ്ടെടുക്കപ്പെട്ടത് ഈ പാരഡോക്സസ്. അതുപോലെ തന്നെ അദ്ദേഹം ഉണ്ടായിരുന്ന ഒരു 5th സെഞ്ചുറി AD ഉണ്ടായിരുന്ന ഒരാളുണ്ടായിരുന്നു, ഓർക്കുന്നില്ല പേര്. എന്തായാലും നമുക്ക് ആ പാരഡോക്സസ് ഒന്ന് പരിശോധിച്ചു നോക്കാം, എന്താ സംഗതി എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പരിശോധിക്കുക എന്നുള്ളതാണ്. അപ്പൊ അതിൽ ഒരു ഡൈക്കോട്ടമി പാരഡോക്സ് ഉണ്ട്. ഡൈക്കോട്ടമി പാരഡോക്സ് എന്ന് പറഞ്ഞാല് ഡൈക്കോട്ടമി എന്ന് പറഞ്ഞാൽ നമുക്കറിയാലോ, രണ്ടായിട്ട് തുല്യമായി ഭാഗിക്കുന്നതിനെ കുറിച്ചാണ് നമ്മൾ ഡൈക്കോട്ടമി എന്ന് പറയാം സാധാരണഗതിയിൽ. അപ്പൊ ഡൈക്കോട്ടമി പാരഡോക്സ് അത് അരിസ്റ്റോട്ടലിന്റെ പുസ്തകത്തിലുള്ളതാണ്. അരിസ്റ്റോട്ടൽ ഫിസിക്സ് എന്ന പുസ്തകത്തിൽ, മെറ്റാഫിസിക്സ് എന്ന പുസ്തകത്തിലൊക്കെ അദ്ദേഹം അത് കൈകാര്യം ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനിവിടെ കൊടുത്തേക്കുന്ന അരിസ്റ്റോട്ടലിന്റെ ഫിസിക്സ് എന്ന പുസ്തകത്തിൽ ഉള്ള സീനോന്റെ പാരഡോക്സസിനെ കുറിച്ചിട്ടാണ് നമ്മളിവിടെ ചർച്ച ചെയ്യുന്നത്. അതിൽ ഒന്നാമത്തെ ഒരു പാരഡോക്സ് ഡൈക്കോട്ടമി പാരഡോക്സ് ആണ്. ഡൈക്കോട്ടമി രണ്ടായിട്ട് തുല്യമായി ഭാഗിക്കുന്നതിനെ കുറിച്ചുള്ള സംഗതിയാണ് ഡൈക്കോട്ടമി എന്ന് പറയാം. That which is in locomotion must arrive at the halfway stage before it arrives at the goal. അതായത് ഈ പൂജ്യത്തിൽ, നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ പൂജ്യത്തിൽ നിന്ന് 100ലേക്ക് എത്തണം. 100ലേക്ക് എത്തണമെങ്കിൽ എന്ത് ചെയ്യണം? പൂജ്യത്തിൽ നിന്ന് 50ലേക്ക് എത്തണം. പൂജ്യത്തിൽ നിന്ന് 50ലേക്ക് എത്തണമെങ്കിൽ പൂജ്യത്തിൽ നിന്ന് 25ലേക്ക് എത്തണം. പൂജ്യത്തിൽ നിന്ന് 25ലേക്ക് എത്തണമെങ്കിൽ അതിന്റെ പകുതിയായ പൂജ്യത്തിൽ നിന്ന് 12.5ലേക്ക് എത്തണം. അപ്പൊ 12.5ലേക്ക് എത്തണമെങ്കിൽ അതിന്റെ പകുതിയായ 6.4ലേക്ക് എത്തണം. 6.4ലേക്ക് എത്തണമെങ്കിൽ അതിന്റെ പകുതിയായ 3.125ലേക്ക് എത്തണം. അങ്ങനെ നമ്മൾ നോക്കുന്ന സന്ദർഭത്തിൽ എന്താണ്, ഏതൊരു ദൂരത്തിലേക്ക് സഞ്ചരിക്കണം അതിന്റെ പകുതി ദൂരം സഞ്ചരിക്കണം. അതിന്റെ പകുതി ദൂരം സഞ്ചരിക്കുമ്പോൾ എന്ത് ചെയ്യണം? ആ പകുതിയുടെ പകുതി സഞ്ചരിക്കണം. പകുതിയുടെ പകുതി സഞ്ചരിക്കണമെങ്കിൽ എന്താണ്? പകുതിയുടെ പകുതി സഞ്ചരിക്കണം. അങ്ങനെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, ഒരിക്കലും തന്നെ ഒരു വസ്തുവിന് ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് സഞ്ചരിച്ചെത്താൻ കഴിയില്ല. കാരണം ഏതൊരു ദൂരം സഞ്ചരിക്കുമ്പോൾ അതിന്റെ പകുതി സഞ്ചരിക്കണ്ട. ഇപ്പൊ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങോട്ടേക്ക് പോകുന്ന സന്ദർഭത്തില് പകുതിയുടെ പകുതി അങ്ങനത്തെ ഒരു വിഷയം വരുന്നുണ്ടല്ലോ. അപ്പോ അതൊരു ഇൻഫൈനൈറ്റ് ആയ സംഗതികളാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുകയാണെങ്കിൽ, പകുതിയുടെ പകുതി എന്ന് പറയുന്നത് എന്താണ്? ഇൻഫൈനൈറ്റ് ആയിട്ട് നമുക്ക് എന്താണ് ആ ഒരു ഉത്ഭവത്തിലേക്ക് ഇങ്ങനെ നിരന്തരം തുടർന്നു പോകുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഒരിക്കലും തന്നെ ആ ഒരു ഉത്ഭവത്തിലേക്ക് അത് എത്തിച്ചേരുകയില്ല. അതായത് ഈ പൂജ്യം എന്ന് പറയുന്ന ഉത്ഭവത്തിലേക്ക് ഈ പകുതിയാക്കല് അവസാനം ആത്യന്തികമായി എത്തിച്ചേരുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, നമുക്കറിയാം സഞ്ചരിക്കേണ്ട ദൂരങ്ങൾ പൂർണ്ണമായി നിർണയിക്കപ്പെട്ടിട്ടുണ്ട്. പക്ഷെ അത് അവിടെ എത്തിച്ചേരുന്നില്ലെങ്കിൽ അനന്തമായി അത് നിരന്തരം ആ പൂജ്യത്തിലേക്ക് സഞ്ചരിച്ചു കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ, ഒരു ഇൻഫൈനൈറ്റ് ആയ സാധനങ്ങൾ, അത്തരം പോയിന്റുകൾ ഉണ്ടെങ്കിൽ പിന്നെന്താണ്, ഒരിക്കലും തന്നെ ഒരു വസ്തുവിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അതിന് സഞ്ചരിക്കാൻ സാധിക്കുകയില്ല എന്ന ഒരവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് എന്താണ്, ചലനം എന്നുള്ളത് ഒരു മിഥ്യയാണ്. ചലനം എന്നുള്ളത് ഒരു മിഥ്യയാണ് എന്ന് സീനോ പറഞ്ഞു. അപ്പൊ നമ്മള് ആധുനിക കാലഘട്ടത്തിലെ ആളുകൾ മനസ്സിലാക്കിയത് സീനോ അത് ചലനം മിഥ്യയാണെന്ന് പറഞ്ഞതാണ്. സീനോ ചലനം ഒരു മിഥ്യയാണെന്നല്ല പറഞ്ഞത്. സീനോ പറഞ്ഞത് നിങ്ങളെ യഥാർത്ഥത്തിൽ ഒരു ദൂരം ഒരു എക്സ്റ്റൻഷനാണ്, ഒരു നീൾച്ചയാണ്, ഒരു കണ്ടിന്യൂസ് ആയ ഒരു നീൾച്ചയാണ്. അതിൻ്റെ ഇടയിലുള്ള സ്ഥാനങ്ങളെ നിങ്ങൾ ഓരോ പോയിന്റുകൾ കൊണ്ട് മാർക്ക് ചെയ്യുകയാണെങ്കിൽ, ഉദാഹരണത്തിന് 100 ആണെങ്കിൽ ഇവിടെ 50 എന്ന് പറഞ്ഞൊരു നമ്പർ കൊണ്ട് മാർക്ക് ചെയ്യാണ്, ഇവിടെ 25 എന്ന് പറഞ്ഞ നമ്പർ കൊണ്ട് മാർക്ക് ചെയ്യാണ്. അപ്പൊ ഒരു ദൂരത്തെ എന്താണ്, അതിൻ്റെ ഉള്ളിലുള്ള കുറെ ബിന്ദുക്കളായിട്ട് നിങ്ങൾ മാർക്ക് ചെയ്യുകയാണെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ്, അങ്ങനെ മാർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരിക്കലും തന്നെ എന്താണ്, ഒരു ചലനം സാധ്യമല്ല. ചലനം എന്നുള്ളത് എന്താണ്, ചലനം ഈസ് നോട്ട് എ പ്രോഗ്രഷൻ. അതൊരു ഒരു 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 ഗമനമല്ല, കുറെ പോയിന്റുകളിലൂടെയുള്ള ഒരു ഗമനമായിട്ട് എന്ത് ചെയ്യാൻ പറ്റൂല, ചലനത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എന്ന് വെച്ച് കഴിഞ്ഞാല്, നിങ്ങൾ വേറൊരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാല്, നമ്മൾ ഇൻഫിനിറ്റിന
നമ്മൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താണ് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരെ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉള്ള ഒരു സംഗതിയായിട്ട് നിങ്ങളൊരു ലൈനിനെ മനസ്സിലാക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ എന്താണ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് ഒരു ചലനം സാധ്യമല്ല. കാരണം ആ ഓരോ പോയിന്റ് ആയിട്ട് ട്രാവേഴ്സ് ചെയ്ത് ഇങ്ങനെ പോകണേ എന്ന ഒരു സംഗതിയാണ് അദ്ദേഹം പറഞ്ഞത്. ഇതെന്താന്ന് പറഞ്ഞാല് ഇത് പിന്നെ ബേസിക്കലി ഇതിൽ കുറെ വിഷയങ്ങൾ, ഒന്ന് ഇൻഫിനിറ്റിയെ കുറിച്ചിട്ടുള്ള സംഗതി. അപ്പൊ അത് ഇതിൽ നിന്നാണ് ഇൻഫിനിറ്റി എന്നൊരു സാധനം യഥാർത്ഥത്തില് എന്താണ് പിന്നെ ഒരു ഫിസിക്കലായ ഒരു സാധനത്തിന് ഇൻഫിനിറ്റി ഇല്ല എന്ന ഒരു ആശയങ്ങളൊക്കെ അരിസ്റ്റോട്ടിലൊക്കെ തന്നെ എന്താണ് പൊട്ടൻഷ്യൽ ഇൻഫിനിറ്റിയെ കുറിച്ച് ആക്ച്വൽ ഇൻഫിനിറ്റിയെ കുറിച്ചൊക്കെ അരിസ്റ്റോട്ടിലൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് പിന്നെ ഒരു ഇതിൽ ചർച്ച ചെയ്യണം, ഇതുമായി ബന്ധപ്പെട്ടൊക്കെ അദ്ദേഹം പറഞ്ഞാണ്. എന്തായാലും പിന്നെ വിഷയം എന്താന്ന് പറഞ്ഞാൽ ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു സാധനം ഫിസിക്കലി റിയലൈസബിൾ ആയ ഒരു കാര്യമല്ല. അപ്പൊ നമ്മൾ ചോദിക്കാം, ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരെ എത്രയോ പോയിന്റുകൾ, അനന്തമായ ഒരെണ്ണം പോയിന്റുകൾ ഇല്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ആ ഒരു അനന്തതയെ കുറിക്കാൻ ഇപ്പൊ മോഡേൺ മാത്തമാറ്റീഷ്യൻസ് തന്നെ എന്താണ് ഇൻഫൈനൈറ്റും ഇൻഡെഫിനിറ്റും തമ്മിൽ എന്താണ് അവർ വേർതിരിക്കാറുണ്ട്. ഇൻഡെഫിനിറ്റ് ഇപ്പൊ നമ്മൾ പലപ്പോഴും എന്താണ് ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞ വാക്ക് അങ്ങനെ ഉപയോഗിക്കാണ്. അതൊരു ഇൻഫൈനൈറ്റ് എന്ന് പറഞ്ഞാൽ വളരെ മെറ്റാഫിസിക്കൽ ഒരു ആശയമാണ്, ഫിസിക്കൽ അല്ല, ബിയോണ്ട് ഫിസിക്കലാണ്. മാവറ തവീയ എന്നൊക്കെ ഇസ്ലാം പറയില്ല. തവീയ എന്ന് പറഞ്ഞ ഫിസിക്കലാണ്, മാവറ തവീയ എന്ന് പറഞ്ഞ ബിയോണ്ട് ഫിസിക്കൽ, അതാണ് മെറ്റാഫിസിക്കൽ. അതൊരു മെറ്റാഫിസിക്കലായ ഒരു ആശയമാണ്. ഉദാഹരണം റെനഗനോണൊക്കെ അദ്ദേഹം അതിനെ കുറിച്ച് പറയുന്നുണ്ട്. നമ്മള് ലിമിറ്റഡ് ആയ ഉദാഹരണം നമ്മൾ ഈ പ്രപഞ്ചം നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ലിമിറ്റഡ് ആണ്. ഫിസിക്കലായ ഏതൊരു സാധനം നമ്മൾ കാണുന്ന എല്ലാം തന്നെ ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആയ സാധനത്തിന്റെ ഉള്ളില് എത്ര ഇങ്ങനെ നീണ്ടുപോകുന്ന പ്രതിഭാസം ഉണ്ടായി കഴിഞ്ഞാലും അത് ലിമിറ്റഡ് ആണ് എന്നതുകൊണ്ട് തന്നെ എന്താണ് അതിനെ നമുക്ക് ഇൻഫിനിറ്റി എന്ന് വിളിക്കാൻ പറ്റൂല എന്ന് ഗനോൺ പറഞ്ഞായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. റെനഗനോൺ അങ്ങനെയാണ് അതിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹം പറഞ്ഞാൽ അത് ഇൻഡെഫിനിറ്റ് എന്ന് വേണം പറയാം. ഇൻഡെഫിനിറ്റ് എന്ന രീതിയിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിനെ കുറിച്ചിട്ട് സംസാരിക്കും. ഇപ്പൊ കാന്റർ ആണ്, പിന്നെ നമുക്കറിയാം കാന്റർ മാത്തമാറ്റിക്സിൽ പിന്നെ ആധുനിക കാലഘട്ടത്തിൽ എന്താണ് ഇൻഫിനിറ്റിനെ കുറിച്ച് കുറെ പഠനങ്ങൾ നടത്തിയ ഒരാളാണ്. അദ്ദേഹം പറഞ്ഞതെന്ന് പറഞ്ഞാല് അദ്ദേഹം പറഞ്ഞ ആബ്സല്യൂട്ട് ഇൻഫിനിറ്റി എന്ന് പറഞ്ഞാൽ അള്ളാഹു അല്ല, ദൈവത്തിന്റെ ഗുണങ്ങളാണ്, ഗുണവിശേഷണങ്ങളാണ് എന്ന രീതിയിലാണ് പറഞ്ഞത്. പിന്നെ അതിൽ നിന്ന് ഒരു ട്രാൻസ്ഫൈനൈറ്റ് ഉണ്ടായിട്ടുണ്ട് എന്ന രീതിയിലാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ ട്രാൻസ്ഫൈനൈറ്റ് എന്ന് വാക്കാണ് അദ്ദേഹം അതിനെ ഉപയോഗിച്ചിട്ടുള്ളത്. അപ്പൊ അത് എന്താണ് ആബ്സല്യൂട്ടായ ഇൻഫിനിറ്റി അല്ല എന്ന രീതിയിൽ എന്താണ് അബ്സല്യൂട്ടായ ഒരു ഇൻഫിനിറ്റി എന്ന് പറയുന്ന ഒരു സംഗതിയെ ഒരിക്കലും തന്നെ ആരും ഈ ഫിസിക്കലായ ഒരു സാധനത്തിലേക്ക് അതിനങ്ങനെ വെച്ചിട്ടില്ല. പിന്നെ ശ്രദ്ധയില്ലാതെ കുറെ ആളുകൾ എന്താണ് ഇൻഫിനിറ്റി ഉണ്ട് എന്നൊക്കെ രീതിയിൽ അതിനെക്കുറിച്ച് പക്ഷെ ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞ സാധനം. ഇപ്പൊ എന്താണ് ഇൻഡെഫിനിറ്റും ഇൻഫിനിറ്റിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാല് ഇൻഡെഫിനിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിമിറ്റഡ് ആയ ഡൊമൈൻ ആണ്. ഉദാഹരണം 0 to 100 നമ്മൾ ഇവിടെ നോക്കാം. 0 to 100 എന്ന് പറയുന്നത് എന്താണ്, ആ 0 to 100 ലിമിറ്റഡ് ആണ്. ലിമിറ്റഡ് ആയതോട് 1 ഡയമെൻഷനിൽ ലിമിറ്റഡ് ആണ്, അത് ഫിസിക്കലി ലിമിറ്റഡ് ആണ്. എന്താണ് 0 to 100 എന്ന രീതിയിൽ ലിമിറ്റഡ് ആണ്. പല രീതിയിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ട്. ആ ലിമിറ്റേഷൻസിന്റെ ഉള്ളിലുള്ള ഒരു എന്താണ് ഒരു കണ്ടിന്യൂറ്റി ആണ്. അതിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ പല പോയിന്റ്സിനെ നമ്മൾ പ്ലേസ് ചെയ്യുന്നത്. ആ പോയിന്റ്സ് ഇതിന്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ള ചർച്ച വേറെതുണ്ട്. ബട്ട് വി ആർ പ്ലേസിംഗ് എ ലോട്ട് ഓഫ് പോയിന്റ്സ് ഇൻ ദിസ് ലിമിറ്റഡ് ഡൊമൈൻ. അതിന്റെ ഉള്ളിൽ നമുക്ക് എത്ര വേണമെങ്കിലും പുതിയ പുതിയ പോയിന്റ്സിനെ നമുക്ക് കണ്ടെത്താൻ പറ്റും. അതിങ്ങനെ നമുക്ക് ഉദാഹരണത്തിന് നമ്മൾ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം. 1 2 3 4 5 6 7 8. നമുക്ക് ഒരു റൂള് വെച്ചുകൊണ്ടെന്നാണ് എങ്ങനെ ഇൻഡെഫിനിറ്റ് ആയിട്ട് നമുക്ക് ഇങ്ങനെ തുടർന്നു പോവുക. അതാണ് ഇൻഡെഫിനിറ്റ് എന്ന് പറയുന്നത്. അത് ഇൻഫൈനൈറ്റ് അല്ല. ഇൻഫൈനൈറ്റ് ഇസ് എ ടോട്ടലി ഡിഫറെന്റ് ഒരു അർത്ഥമാണ്. അതിന് അങ്ങനെ ഒരു ബൗൺസോ ഒരു ലിമിറ്റ്സോ ഒന്നുമില്ല. ഇൻഡെഫിനിറ്റ് എന്നുള്ളത് മാത്രമേ നമുക്ക് അതിനെ കുറിച്ചിട്ട് പറയാൻ പറ്റുള്ളൂ എന്ന രീതിയിലാണ് അതിനെ സംഗതി പറഞ്ഞിട്ടുള്ളത്. നമുക്ക് ആ വിഷയത്തിൽ കടക്കാം. അപ്പൊ ഇതിലേക്ക് പിന്നെ ഇതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത് മാത്രമായിട്ട് പിന്നെ തീരൂല. എന്തായാലും പിന്നെ വേറെ 1 2 3 സംഗതികളോട് കൂടി പറഞ്ഞിട്ട് നമുക്ക് ഇതാക്കാം. അപ്പൊ വേറെ അദ്ദേഹം പറഞ്ഞ ഒരു ഇതാണ് അക്വിലസ് ആൻഡ് ദ ടോർട്ടീസ് എന്ന് പറയുന്നതായ ഒരു പാരഡോക്സിനെ കുറിച്ച്. അക്വിലസ് എന്ന് പറഞ്ഞ ഒരു ഭയങ്കര ഓട്ടക്കാരനുണ്ടായിരുന്നു ഗ്രീക്ക് ചരിത്രത്തില്. അദ്ദേഹം ഒരു ആമയും തമ്മിലുള്ള ഓട്ട മത്സരത്തിനെ കുറിച്ച് പറയുന്നുണ്ട്. ഉദാഹരണം ആമ ഇവിടെയാണ്, പകുതി ദൂരത്തിലുണ്ട്. ആക്വിലസ് ഇവിടെ ഉണ്ട്. അപ്പൊ ആക്വിലസിന് നല്ല വേഗത ഉണ്ട്, ആമക്ക് വേഗത കുറവാണ്. ആക്വിലസ് എന്ത് ചെയ്ത് ഇവിടുന്ന് ഈ പോയിന്റിലേക്ക് എത്തുമ്പോഴേക്ക് എന്തായി, ആമ ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റിലേക്ക് എത്തി. ആമയുടെ വേഗത വെച്ചുകൊണ്ട് ഇത്രയും ദൂരം അല്ലേ പോകാൻ പറ്റില്ല. ആക്വിലസ് ഇത്രയും ദൂരം പോകുന്ന സന്ദർഭത്തിൽ ആമക്ക് ഇവിടുന്ന് ഇത്ര ദൂരം മാത്രമേ പോകാൻ പറ്റുള്ളൂ.
അപ്പൊ ആക്യുലസ് ഏതായാലും ഇവിടെ എത്തുമ്പോഴേക്ക് എന്താണ് ആമ ഇവിടെ നിന്ന് ഇവിടം വരെയൊക്കെ എത്തിക്കഴിഞ്ഞു. അപ്പൊ ആക്യുലസ് എന്തായി, അടുത്ത സന്ദർഭത്തിൽ ആക്യുലസ് അവിടെ നിന്ന് ഇവിടം വരെ സഞ്ചരിക്കുകയാണ്. അപ്പൊ എന്താണ് ആ സമയത്ത് വളരെ ചെറിയൊരു ദൂരം എന്താണ് ആമ വീണ്ടും മുന്നോട്ട് പോവാണ് ഈ പോയിന്റിൽ നിന്ന്. വീണ്ടും ആക്യുലസ് എന്താണ് ആമ എത്തി അടുത്ത പോയിന്റിലേക്ക് പോകുന്ന സന്ദർഭത്തിൽ ആമ വീണ്ടും എന്താണ് കുറച്ചും കൂടി ദൂരം, ആക്യുലസ് ഹീലിനെ കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ, അത് ആക്യുലസ് പിന്നെ അങ്ങനെ എന്തായി കുറച്ചും കൂടി ദൂരം ഇതിലേക്ക് ഇങ്ങനെ പോയി. അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് സന്ദർഭത്തിലും ആക്യുലസ് ആമയുടെ പൊസിഷനിലേക്ക് എത്തുമ്പോൾ ആമ അതിന്റെ ആ പൊസിഷനിൽ നിന്ന് വീണ്ടും കുറച്ച് ദൂരം മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുന്നുണ്ടാവും. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരിക്കലും തന്നെ ആക്യുലസിന് ആമയെ ഒരിക്കലും പിന്നെ പരാജയപ്പെടുത്താൻ പറ്റൂല. ആക്യുലസിനേക്കാൾ വളരെ വേഗത കുറഞ്ഞ ഒരു ജീവിയാണ് ആമ എങ്കിൽ പോലും, ആക്യുലസ് ആണ് ലോകത്തെ ഏറ്റവും വേഗതയുള്ള ഓട്ടക്കാരനാണെങ്കിൽ പോലും എന്താണ് ആക്യുലസിന് ഒരിക്കലും തന്നെ ആമയെ പരാജയപ്പെടുത്താൻ പറ്റില്ല എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ വേറൊരു പാരഡോക്സ്. മൂന്നാമത്തെ ഒരു പാരഡോക്സ് അദ്ദേഹം പറഞ്ഞു എന്താന്ന് പറഞ്ഞാല്, നമ്മൾ ഒരു അമ്പ് എയ്യുകയാണ്, ഒരു ടാർഗറ്റിലേക്ക് ഒരു അമ്പ് എയ്യുന്ന സന്ദർഭത്തില് ഈ അമ്പ് ഓരോ നിമിഷത്തിലും എന്താണ് അതൊരു പ്രത്യേകമായ പൊസിഷനിലാണ് ഉള്ളത്. ഏതൊരു നിമിഷം എടുത്തൊക്കെ അത് ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ് ഉള്ളത്. അങ്ങനെയാണെങ്കിൽ അത് ചലിക്കുന്നില്ല, ഓരോ നിമിഷത്തിലും ഓരോ പൊസിഷനിൽ അങ്ങനെ സ്ഥായിയായി നിൽക്കുകയാണ്. അപ്പൊ നമ്മൾ മൊത്ത സമയത്ത് കുറെ ഇൻസ്റ്റന്റുകളായിട്ട് കാണുകയാണെങ്കിൽ, കുറെ നിമിഷങ്ങളായിട്ട് വേറിട്ട കുറെ നിമിഷങ്ങളായിട്ടാണ് നമ്മൾ സമയത്തെ കാണുന്നതെങ്കിൽ ഓരോ നിമിഷവും എന്താണ് ആ അമ്പ് ഒരു പർട്ടിക്കുലർ പൊസിഷനിലാണ്. ആ പൊസിഷനിൽ നിന്ന് ചലിക്കുന്നില്ല ആ നിമിഷത്തിൽ. അങ്ങനെയാണെങ്കിൽ ആ അമ്പ് ഒരിക്കലും ചലിക്കുന്നില്ല. അമ്പ് എപ്പോഴും മോഷൻലെസ് ആണ്. ചലനം എന്ന് പറഞ്ഞ സംഗതി സാധ്യമല്ല. നിങ്ങൾ ഒരു സമയത്തെ കൃത്യമായി കുറെ ഇൻസ്റ്റന്റുകൾ എന്ന രീതിയിൽ സമയത്തെ മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും തന്നെ എന്താണ് ഒരു അമ്പിന്റെ ചലനം സാധ്യമല്ല എന്ന രീതിയിലാണ് അദ്ദേഹം അതിനെക്കുറിച്ച് പറഞ്ഞത്. അതിനെക്കുറിച്ച് അരിസ്റ്റോട്ടലിന്റെ ഒരു ഒബ്ജക്ഷൻ എന്ന് പറഞ്ഞാല് ഇങ്ങനെ അവിഭാജ്യമായ കുറെ നിമിഷങ്ങളായിട്ട് നമുക്ക് എന്താണ് സമയത്തിനെ കാണാൻ പറ്റൂല. അങ്ങനെ കാണുകയാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ എന്താണ് ഈ പറഞ്ഞത് ശരിയാണെന്നാണ് അരിസ്റ്റോട്ടല് അതിനെ കുറിച്ചിട്ട് പറഞ്ഞത്. അപ്പൊ നമ്മൾ മനസ്സിലാക്കേണ്ടത് തന്നെ നമ്മളുടെ ഇന്നത്തെ ഒരു മോഡേൺ സയൻസിൽ നമ്മൾ ഈ സംഗതികൾ കുറെ ഇൻസ്റ്റന്റുകളായിട്ട് കാര്യങ്ങളെ മനസ്സിലാക്കുന്ന സമയത്തിന് ഒരു പർട്ടിക്കുലർ പോയിന്റ് ഓഫ് ടൈം എന്ന് പറയുന്ന ചില ആശയങ്ങൾ നമുക്കുണ്ട്. അപ്പൊ ഈ മൂന്ന് പാരഡോക്സസ് നമ്മളിപ്പോ ചർച്ച ചെയ്യുന്നത്. അപ്പോ ആദ്യത്തെ പാരഡോക്സ് നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാല് നമ്മൾ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം തന്നെ, നമ്മൾ ഇവിടെ ഒരു പോയിന്റ് കാണാൻ 50, ഇവിടെ 20.5 എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണാൻ, ഇവിടെ 12.5 എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണാം, ഇവിടെ 6.25 എന്ന് പറഞ്ഞൊരു പോയിന്റ് കാണാം. അപ്പൊ നമ്മള് ഒരു കണ്ടിന്യൂസ് ആയ ഒരു ഡിസ്റ്റൻസിന് നമ്മൾ എന്താണ് അത് കുറെ പോയിന്റുകളുടെ ഒരു കളക്ഷൻ ആയിട്ട് നമ്മളിനെ കാണും. ഇന്ന് മാത്തമാറ്റിക്സിൽ പല ആളുകളും എന്താണ് ഡെൻസ്നെസ്സിനെ കുറിച്ചിട്ടൊക്കെ കുറെ ആശയങ്ങൾ വെച്ചുകൊണ്ട് ഡെൻസ്നെസ് ഉണ്ടല്ലോ, ഡെൻസ്നെസ്സിനെ കുറിച്ചുള്ള ആശയങ്ങളൊക്കെ വെച്ചുകൊണ്ട് എന്താണ് അദ്ദേഹം ഉദാഹരണം ഡെൻസ്നെസ്സിനെ കുറിച്ചുള്ള ആശയമാണ് നമുക്ക് ഇവിടെ കാണുന്നത്. ഉദാഹരണത്തിന് എന്താണ് നമുക്ക് ഡെൻസിറ്റിനെ കുറിച്ചിട്ടുള്ള ഒരു ഇതാണ് ഫോർ ഓൾ എ ലെസ് ദാൻ ബി. ഒരു എ എന്ന് പറഞ്ഞൊരു വാല്യൂ ഉണ്ട്, ബി എന്ന് പറഞ്ഞ വാല്യൂ ഉണ്ട്. എ എന്താണ് ബിനേക്കാൾ കുറവാണ്, അതെല്ലാം റിയൽ നമ്പർ ആണെങ്കിൽ ഫോർ ഓൾ എ ലെസ് ദാൻ ബി, എ എന്താണ് ബിനേക്കാളും കുറവാണ്. ഫോർ ഓൾ എ ലെസ് ദാൻ ബി എലിമെന്റ് ഓഫ് ആർ, അതായത് റിയൽ നമ്പേഴ്സിൽ പെട്ട എയും ബി എന്ന് പറഞ്ഞ രണ്ട് നമ്പേഴ്സ് ഉണ്ട്, അതിൽ എ എന്നുള്ളത് ബിക്ക് കുറവാണ്. അങ്ങനെയാണെങ്കിൽ ദർ എക്സിസ്റ്റ് ഉണ്ടായിത്തീരും ഒരു എക്സ് എന്ന് പറഞ്ഞ വാല്യൂ എലിമെന്റ് ഓഫ് ആർ സച്ച് ദാറ്റ് എക്സ് എലിമെന്റ് ഓഫ് എ ബി. അതായത് ഏത് രണ്ട് പോയിന്റ് എടുത്തു കഴിഞ്ഞാലും ഏത് രണ്ട് ബിന്ദു എടുത്തു കഴിഞ്ഞാലും അതിന്റെ ഇടയിൽ ഒരു ബിന്ദു ഉണ്ടാവും. ഇതാണ് ഡെൻസ്നെസ് എന്നതിന്റെ സംഗതി. വളരെ സിമ്പിൾ ആയിട്ട് പ്രൂവ് ചെയ്യാൻ പറ്റുന്ന സംഗതി. അതിന്റെ പ്രൂഫാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അത് വളരെ സിമ്പിൾ ആയ പ്രൂഫാണ്. അപ്പൊ ഏത് രണ്ട് ബിന്ദു എടുത്തു കഴിഞ്ഞാലും എന്താണ് ആ രണ്ട് ബിന്ദുക്കൾക്കിടയിൽ മൂന്നാമതൊരു ബിന്ദു ഉണ്ടാവും. ഇപ്പൊ നമ്മളിവിടെ ഈ രണ്ട് ബിന്ദുക്കൾ നോക്കാം, 50, 25. അതിന്റെ ഇടയിൽ എന്താണ് ഒരു ബിന്ദു ഉണ്ടാവും. ആ രണ്ട് ബിന്ദുവിന്റെ ഇടയിൽ വീണ്ടും ഒരു ബിന്ദു ഉണ്ടാവും.
ഇതിന് രണ്ടിനിടയിൽ വീണ്ടും ഒരു ഇതുണ്ടാവും. അതങ്ങനെ നമ്മള് ഇപ്പൊ ഡെൻസ്നെസ് എന്ന് പറയുമ്പോൾ നമ്മളിങ്ങനെ വളരെ ഡിസ്റ്റന്റ് ആയ പോയിന്റുകളല്ല പറയാം, വളരെ ക്ലോസ് ആയി കിടക്കുന്ന സെപ്പറേറ്റ് ആയ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ വളരെ ക്ലോസ് ആയിട്ട് കിടക്കുന്ന എന്നാൽ സെപ്പറേറ്റ് ആയ രണ്ട് പോയിന്റ്സിന്റെ ഇടയിൽ വീണ്ടും എപ്പോഴും പോയിന്റുകൾ ഉണ്ടായിക്കൊണ്ടേ ഇരിക്കും എന്നുള്ളതാണ് ഡെൻസ്നെസ്സിനെ കുറിച്ചിട്ടുള്ള ആശയം എന്ന് പറയുന്നത്. എന്തായാലും ആ ഒരു ആശയം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാല് നമ്മളിങ്ങനെ കുറെ പോയിന്റുകൾ, കുറെ ഡിസ്കണ്ടിന്യൂസ് ആയ അവിഭാജ്യമായ ഒരു പർട്ടിക്കുലർ സ്ഥലത്ത് മാത്രം ഒതുങ്ങി നിൽക്കുന്ന കുറെ പോയിന്റുകളുടെ ഒരു തുടർച്ചയായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, ഒരു കണ്ടിന്യൂസ് ആയ ഒരു ക്വാണ്ടിറ്റിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റൂല എന്നുള്ളതാണ് ഇവിടെയുള്ള ഒരു ബേസിക് പ്രോബ്ലം. അതായത് ഒരുതരം ഗ്രീക്ക് ആ കാലഘട്ടത്തിൽ ഒരുതരം ആറ്റമിസം എന്ന് പറയുന്ന ഒരു ആശയം കടന്നു വന്നിരുന്നു. ആറ്റമിസം എന്ന് പറഞ്ഞാൽ എന്താണ്? അൾട്ടിമേറ്റ്ലി അവിഭാജ്യമായ ഇൻഡിവിസിബിൾ ആയ കുറെ ആറ്റംസ്. ആറ്റം എന്ന് പറഞ്ഞ വാക്കിന് നമ്മളിന്ന് ഉപയോഗിക്കുന്ന അർത്ഥമല്ല. എന്താണ്? വളരെ ഇൻഡിവിസിബിൾ ആയ വളരെ ചെറിയ കുറെ സാധനങ്ങളെ കൊണ്ടാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ളത് എന്ന രീതിയിലുള്ള ഒരു വാദമാണ് എന്ത് ആറ്റമിസം എന്ന് പറയുന്നത്. അങ്ങനത്തെ ഒരു വാദം എന്താണ് ആ കാലഘട്ടത്തിൽ ഉയർന്നു വന്നിരുന്നു. ഈ വാദത്തെ ചെറുക്കുക, അതിനെ എതിർക്കുക എന്നൊരു സംഗതിയാണ് സീനോന്റെ ഈ ഒരു പാരഡൈസിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇൻഡിവിസിബിൾ ആയ കുറെ എലിമെന്റ്സിന്റെ ഒരു കളക്ഷനായിട്ട് എല്ലാത്തിനെയും മനസ്സിലാക്കുന്നത്. അതായത് എല്ലാത്തിനെയും നമ്മൾ അൾട്ടിമേറ്റ്ലി ഡിവൈഡ് ചെയ്ത് പോയി കഴിഞ്ഞാൽ എന്താണ്, നമുക്ക് അൾട്ടിമേറ്റ്ലി ഇൻഡിവിസിബിൾ ആയ ചില പോയിന്റുകളിലേക്ക് എത്തിച്ചേരാൻ പറ്റും എന്ന് പറയുന്ന ഒരു ആശയത്തെ എതിർത്തതാണ്. ആ ഡിവിസിബിലിറ്റി ഏതോ ഒരു പർട്ടിക്കുലർ ഘട്ടത്തിൽ അത് അവസാനിക്കും എന്ന് പറയുന്ന ഒരു സംഗതിനെയാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഇതാകുന്നത്. ഈ ഒരു ആറ്റമിസം അൾട്ടിമേറ്റ്ലി ഈ ഒരു ആറ്റമിസത്തെ നമ്മൾ വിശ്വസിക്കുകയാണെങ്കിൽ നമുക്ക് അൾട്ടിമേറ്റ്ലി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്ഥലവും കാലവും, ഞാൻ പാദാർത്ഥികമായ കാര്യങ്ങളെ കുറിച്ചല്ല പറയുന്നത്, സ്ഥലത്തെയും കാലത്തെയും നമ്മൾക്ക് എന്താണ് അതിന്റെ ഏറ്റവും ഫണ്ടമെന്റൽ ലെവലിൽ അത് ഡിസ്കണ്ടിന്യൂസ് ആണ്. സെപ്പറേറ്റ് ആയ ഇൻസ്റ്റന്റുകളുടെ ഒരു കളക്ഷൻ ആയിട്ട് സമയത്തെ കാണുക, കുറെ സെപ്പറേറ്റ് പോയിന്റ്സിന്റെ ഒരു കളക്ഷൻ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പറ്റുക, അത് ഒരു സ്ഥലത്തെ കാണുക, ഒരു വരയെ, ഒരു ലൈൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഒരു പ്ലെയിൻ ആയിക്കോട്ടെ, whatever it is. നമ്മളെന്താണ് കുറെ സെപ്പറേറ്റ് പോയിന്റ്സിന്റെ ഇൻഡിവിസിബിൾ ആയ കുറെ സെപ്പറേറ്റ് പോയിന്റ്സിന്റെ ഒരു കളക്ഷൻ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ കാണാം, ഒരു ലൈനിനെ കാണുക അല്ലെങ്കിൽ ഒരു ഏരിയനെ കാണുക അല്ലെങ്കിൽ കുറെ സെപ്പറേറ്റ് ഇൻസ്റ്റൻസിന്റെ ഒരു തുടർച്ചയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, നമ്മൾ സമയത്തെ കാണുക എന്ന് പറയുന്ന വളരെ ഫണ്ടമെന്റൽ ലെവലിൽ എന്താണ് സ്ഥലത്തെയും കാലത്തെയും കണ്ടിന്യൂസ് അല്ലാതെ ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലാക്കുന്ന ഒരു സമീപനം ഉണ്ട്. ഉദാഹരണത്തിന് അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് നമ്മൾ സ്ഥലത്തെ നമ്മൾ കുറിക്കാനോ അല്ലെങ്കിൽ കാലത്തെ കുറിക്കാനോ നമ്മൾ നമ്പേഴ്സ് ഉപയോഗിക്കാണ്. നമ്പേഴ്സ് വളരെ ആഴമേറിയ ഒരു വിഷയമാണ്. ഇപ്പൊ നമ്പേഴ്സ് ഉപയോഗിക്കുമ്പോൾ എന്താണ്, അത് യഥാർത്ഥത്തില് നമ്പേഴ്സ് ഉപയോഗിക്കുന്ന സന്ദർഭത്തില് നമ്പേഴ്സ് ഉപയോഗിക്കാം, നമുക്കൊരു ലെങ്ത് മെഷർ ചെയ്യാനും മറ്റതിനൊക്കെ നമ്പേഴ്സ് ഉപയോഗിക്കാം. ഓഫ് കോഴ്സ് ഓരോന്നിന്റെ സ്കെയിലും ഡയമെൻഷനൊക്കെ അറിയാൻ നമ്പേഴ്സ് ഉപയോഗിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. പക്ഷെ ആ നമ്പേഴ്സിന്റെ അടിസ്ഥാനത്തില് ആ നമ്പറിലുള്ള ഓരോ ലെങ്തിനും, ഉദാഹരണത്തിന് 10.1 അല്ലെങ്കിൽ 10.11 അല്ലെങ്കിൽ 10.111 അങ്ങനെ നമ്മൾ റിയൽ നമ്പർ വെച്ചുകൊണ്ട് whatever it is, നമ്മൾ എന്താണ് ഓരോ ലെങ്തിനും എന്താണ് നമ്മൾ ഒരു പർട്ടിക്കുലർ പോയിന്റിനെ കാണാൻ. അങ്ങനത്തെ കുറെ പോയിന്റ്സിന്റെ ഒരു തുടർച്ചയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ലൈന് എന്ന് നമ്മൾ കാണുന്ന സന്ദർഭത്തിൽ അൾട്ടിമേറ്റ്ലി വി ആർ എൻഡിങ് അപ്പ് ഇൻ എ വിഷൻ ദാറ്റ് ദ ലൈൻ ഇൻ ഇറ്റ്സ് മോസ്റ്റ് ഫണ്ടമെന്റൽ ആസ്പെക്ട് അത് ഡിസ്കണ്ടിന്യൂസ് ആണ് എന്ന ഒരു കാഴ്ചയിലേക്ക് നമ്മൾ എത്തുന്നുണ്ട്. ആയിക്കോട്ടെ, നമ്മൾ സമയമായ അസീല. ഞാൻ പറയാൻ ഇങ്ങനെ അൺമ്യൂട്ട് ചെയ്യാൻ നിൽക്കായിരുന്നു. നമുക്കൊരു 2 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിച്ചോട്ടെ, ഒരു 8 മിനിറ്റ് ഡിസ്കഷൻ ആയിക്കോട്ടെ? നിങ്ങൾക്ക് എത്ര സമയമുണ്ട് ഇനി ബാങ്ക് കൊടുക്കാന്? ഇത് പിന്നെ
നമുക്കൊരു ഡിസ്കഷനിലേക്ക് പോയിട്ട് ബാക്കി അടുത്ത അങ്ങനെ ഒരു ക്ലാസ് കൂടി നമുക്ക് വേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഹാസിമിനൊക്കെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ? നമുക്കൊന്ന് ജസ്റ്റ് ഡിസ്കഷനിലേക്ക് പോയിട്ട് നിങ്ങൾ 2 മിനിറ്റ് കൂടി എടുത്തോളൂ. നിങ്ങൾ പറഞ്ഞതൊന്ന് ഇതാക്കണ്ടേ, സമ്മറൈസ് ചെയ്യാൻ. ഓക്കെ. അതായത് ന്യൂമറിക്കലായ നമ്പേഴ്സിന് എപ്പോഴും ഒരു ഡിസ്കണ്ടിന്യൂറ്റി ഉണ്ട്. അത് നമ്മൾ അതിന് എത്ര ഫൈനൽ സ്കെയിലിലേക്ക് കൊണ്ടുപോയാൽ എന്താണ്, നമ്പർ ഒരിക്കലും ഒരു കണ്ടിന്യൂസ് ക്വാണ്ടിറ്റി അല്ല. ഉദാഹരണം 10.2 നമ്മൾ 10.2 10.3 ഇടയിൽ നമുക്ക് 10.21 10.22 അങ്ങനെ പറഞ്ഞിട്ട് കുറെ സംഗതിയിൽ പോവാം. പിന്നെ 10.1 22 10.23 ഇടയിൽ നമുക്ക് വീണ്ടും കുറെ ഡിസ്കണ്ടിന്യൂസ് ആയ പോയിന്റ്സിനെ കണ്ടെത്താൻ പറ്റും. അപ്പൊ നമ്പേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അതിന് പിന്നെ ഇൻഹറന്റ് ആയ ഒരു ഡിസ്കണ്ടിന്യൂറ്റി നമ്പർ എന്ന് പറയുന്ന സാധനത്തിന്. ആ നമ്പർ വെച്ചുകൊണ്ട് നമ്മൾ നമ്മള് ഒരു കണ്ടിന്യൂസ് ആയ ഒരു ക്വാണ്ടിറ്റിനെ ഡിഫൈൻ ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ കണ്ടിന്യൂസ് ക്വാണ്ടിറ്റി ഈസ് ബിയോണ്ട് ദ നമ്പർ എന്ന് പറയുന്ന ഒരു അവസ്ഥ ഉണ്ട്. ആ അവസ്ഥ കൊണ്ടാണ് ഈ പാരഡോക്സ്. ഓക്കെ, അസ്സലാമു അലൈക്കും. അത് ഇത് വളരെ വളരെ എന്താ പറയാ ആഴമുള്ള ഒരു പ്രശ്നമാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു ഈ ശ്രോതാക്കൾ എല്ലാവരും ആ പ്രശ്നത്തിന് വേണ്ട വിധത്തിൽ മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് കൊണ്ട് എല്ലാവരും ചോദ്യങ്ങൾ ചോദിക്കണമെന്നാണ് ഞാൻ പറയാ. കാരണം ഇത്രയും നൂറ്റാണ്ടുകളായിട്ട് എന്താ പറയാ ഉത്തരം കാണാൻ കഴിയാത്ത ഒരു പാരഡോക്സുകളാണല്ലോ നമ്മൾ സംസാരിക്കുന്നത്. ഇതിൽ എനിക്കൊരു കാര്യം മനസ്സിലാക്കാനുള്ളത്, ഇത് ആറ്റോമിസത്തിനെ എതിർക്കാൻ വേണ്ടിയാണ് സീനോ ഇത് പറഞ്ഞതെന്നുള്ളതാണ് അല്ലെ പറഞ്ഞത്? അങ്ങനെയാണല്ലേ? അതായത് നമുക്കിപ്പോ ഉദാഹരണത്തിന് നമ്മൾ ഏതൊരു സാധനം എടുത്തിട്ട് കഴിഞ്ഞാൽ അതിൽ നമുക്ക് എന്താണ് വളരെ ഫണ്ടമെന്റൽ ആയ കുറെ പാർട്ടിക്കിൾസ് ഒക്കെ കാണാൻ പറ്റും. ആ പാർട്ടിക്കിൾസിനെ വീണ്ടും നമുക്ക് ഡിവൈഡ് ചെയ്ത് പോവാം. അങ്ങനെയൊക്കെ ഉണ്ടായിത്തീർന്നൊക്കെ ഞാൻ പറയുന്നത് പറഞ്ഞാൽ അതല്ല. നമ്മള് ബേസിക്കലി സ്പേസിനെയും ടൈമിനെയും കുറിച്ചിട്ടുള്ള ഒരു സംഗതിയിലാണ് ഈ വിഷയം വരുന്നത്. ഒരു സ്പേസും ടൈമും ബേസിക്കലി രണ്ടും കണ്ടിന്യൂസ് ആണ്. കണ്ടിന്യൂസ് ആണ്, അതിനൊരു എക്സ്റ്റൻഷൻ ഉണ്ട്. ആ എക്സ്റ്റൻഷനെ നിങ്ങൾക്ക് ഒരിക്കലും പിന്നെ ഡിസ്കണ്ടിന്യൂസ് ആയ നമ്പേഴ്സ് കൊണ്ട് അതിനെ കംപ്ലീറ്റ് ക്യാപ്ചർ ചെയ്യാൻ പറ്റൂല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഡിസ്കണ്ടിന്യൂസ് ആയ 2 പോയിന്റുകൾക്കിടയിലുള്ള ഒരു ചലനമായിട്ട് നിങ്ങൾ മൂവ്മെന്റിനെ മനസ്സിലാക്കുകയാണെങ്കിൽ then there is a problem in that. അതാണ് തോമസ് അക്വിനാസ് ഒക്കെ പറഞ്ഞത്. പിന്നെ അരിസ്റ്റോട്ടിൽ പറഞ്ഞ ടൈം ഈസ് നോട്ട് കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിസിബിൾ നൗസ് എനി മോർ ദാൻ എനി അതർ മാഗ്നിറ്റ്യൂഡ് ഇസ് കമ്പോസ്ഡ് ഓഫ് ഇൻഡിവിസിബിൾ. ഇൻഡിവിസിബിൾ ആയ കുറെ പിന്നെ മൊമെന്റ്സ് ആയിട്ട് അല്ലെങ്കിൽ കുറെ പോയിന്റുകളായിട്ട് നമ്മൾ കണ്ടിന്യൂസ് ആയ ഒരു സാധനത്തിനെ മനസ്സിലാക്കുന്ന സന്ദർഭത്തിൽ അവിടെ റിഡക്ഷൻ നടക്കുന്നുണ്ട്. അതിൽ കുറെ സംഗതികൾ ലോസ്റ്റ് ആയി പോകുന്നുണ്ട്. അപ്പോ പിന്നെ കണ്ടിന്യൂസ് ആയ ഒരു ഡൊമൈനിലാണ് ചലനം നടക്കുന്നത്. ഡിസ്കണ്ടിന്യൂസ് ഡൊമൈനിൽ ചലനം നടക്കൂല. നിങ്ങൾ ഒരു കണ്ടിന്യൂസ് ആയ സാധനത്തിന് ഡിസ്കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ യുവർ കൺസെപ്റ്റ് ഓഫ് മോഷൻ ഇറ്റ് ബിക്കംസ് പ്രോബ്ലമാറ്റിക് എന്നുള്ളതാണ് അതിന്റെ ഒരു സംഭവം. അതെ അതെ, അല്ല ഈ ഫിലോസഫിയുടെ ഒരു ഡൊമൈനിൽ അതങ്ങനെയാണ് ഞാൻ മനസ്സിലാക്കിയത്. പക്ഷെ നമ്മൾ ഇസ്ലാമിക ചിന്തയിലേക്ക് വരികയാണെങ്കിൽ ഇൽമുൽ കലാമിൻ്റെതായിട്ടുള്ള ഒരു സവിശേഷ സാഹചര്യത്തിൽ ഒരു ആറ്റോമിസം മുസ്ലിം ചിന്തയിൽ വന്നിട്ടുണ്ടല്ലോ. ആ ആറ്റോമിസത്തിന്റെ പശ്ചാത്തലത്തിൽ ഇത് തികച്ചും വ്യത്യസ്തമായ ഒരു രീതിയിലാണ് മനസ്സിലാക്കപ്പെട്ടിട്ടുള്ളത്, അല്ലെങ്കിൽ അതിനെ അപ്ലൈ ചെയ്തിട്ടുള്ളതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിൽ ഈ മോഷനെയൊക്കെ സംബന്ധിച്ച് തന്നെ എന്താ പറയാ, ഈ ഒരു പോയിന്റിൽ നിന്ന് അടുത്ത പോയിന്റിലേക്കുള്ള മോഷൻ ഒരു ലീപ്പായിട്ടും, അതായത് ഒരു മോഷനിൽ നിന്ന് അടുത്ത പോയിന്റിൽ അള്ളാഹു വീണ്ടും പുനഃസൃഷ്ടിക്കുകയാണെന്നൊക്കെ ഉള്ള കൺസെപ്റ്റ് ഒക്കെ അശ്ശരികളുടെ ഭാഗത്തുനിന്ന് വന്നിട്ടുണ്ടല്ലോ. അതൊരു പക്ഷേ ഈ പറയുന്ന പോലെ തത്വചിന്തയുടെ ഒരർത്ഥത്തിൽ ഇപ്പം തഫ്സൽ സാഹിബ് സൂചിപ്പിച്ച ആ രീതിയിലല്ല.
വേറൊരു രീതിയിൽ തന്നെ ഈ ഒരു പ്രശ്നങ്ങളെ ഈ അശരി ചിന്തയിൽ കാണാൻ സാധിക്കുന്നതാണെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. കാരണം അവര് മോഷനെ കുറിച്ച് പറയുന്നത് തന്നെ മോഷൻ ശരിക്കും കണ്ടിന്യൂസ് അല്ല, ഓരോ പോയിന്റിൽ അള്ളാഹു സൃഷ്ടിക്കുകയാണ് എന്നാണല്ലോ എന്നൊരു വാദം, ഒരു ഒക്കേഷണലിസത്തിന്റെ വാദം ഉണ്ടല്ലോ. പക്ഷെ അതായത് അത് ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്കുള്ള ഒരു ചലനം എന്ന രീതിയിലല്ല അവർ കാണുന്നത്. അശരി ഇതിലുള്ള ആറ്റമിസത്തില് ഒരു പോയിന്റ് സൃഷ്ടിച്ചു പിന്നെ അടുത്ത ഒരു സ്ഥലത്ത് സൃഷ്ടിച്ചു മറ്റൊരു സ്ഥലത്ത് സൃഷ്ടിച്ചു എന്ന രീതിയിലല്ല അവർ പറയുന്നത്. ഇവിടെയുള്ള അതിന്റെ ഈ പ്രൂഫ്സ് പറയുന്ന സമയത്ത് പക്ഷെ ഈ രീതികളിലൊക്കെ അവരും ആരോപിക്കുന്നുണ്ടല്ലോ. അതായത് കണ്ടിന്യൂസ് ആണെങ്കിൽ ഈ അർത്ഥത്തില് എന്താ പറയാ അത് ഡിവിസിബിൾ ആണ് എന്നൊക്കെ ഉള്ള രീതിയിലുള്ള ചില ആർഗ്യുമെന്റ്സ് സിമിലർ ആയിട്ട് ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. പറഞ്ഞോളൂ. ഈ ബിക്കമിങ്ങിന് ഒരു ബീയിങ്ങിന്റെ ഒരു മെറ്റാഫിസിക്സ് ഉണ്ട്. ബീയിങ്ങിന്റെ ഒരു മെറ്റാഫിസിക്സ് നിന്നാണ് ബിക്കമിങ് ഉണ്ടാവുന്നത്. അതുകൊണ്ട് തന്നെ ഈ കണ്ടിന്യൂറ്റിയെ കുറിച്ചിട്ടുള്ള ഈ വാദം യഥാർത്ഥത്തില് പിന്നെ ഓണ്ടോളജിക്കലി എന്താണ് ഈ കണ്ടിന്യൂസിലെ എല്ലാ യാഥാർത്ഥ്യം ഉണ്ട് എന്നൊരു വാദമല്ല യഥാർത്ഥത്തില്. തഫ്സൽ സാഹിബ്, നിങ്ങള് പറഞ്ഞ ഈ പാരഡോക്സുകൾ വെച്ച് പറയുമ്പോ നമ്മൾക്കൊരു സാധനത്തിനെ മെഷർ ചെയ്യാനോ റെക്കോർഡ് ചെയ്യാനോ ഉള്ള പരിമിതിനല്ലേ അത് സൂചിപ്പിക്കുന്നത് ഈ പാരഡോക്സ് ഒക്കെ? മെഷർ ചെയ്യുക, റെക്കോർഡ് ചെയ്യുക എന്നുള്ള ഉദാഹരണത്തിന് നമുക്കിപ്പോ പിന്നെ ഡെക്കാർട്ടെ പറഞ്ഞ സാധനം, ഡെക്കാർട്ടെ ഈ സിന്തറ്റിക് അനാലിറ്റിക് പിന്നെ ഒരു ഡ്വാലിറ്റിയെ വല്ലാതെ അതിനെ കുറിച്ച് ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞ ഒരാളാണല്ലോ റെനെ ഡെക്കാർട്ടെ. അദ്ദേഹം പറഞ്ഞ ഒരു സംഭവം എന്ന് പറഞ്ഞാല് ഈ ഗ്രീക്കുകാരുടെ പ്രത്യേകിച്ച് യൂക്ലിഡിന്റെ ഒക്കെ തത്വങ്ങളും സംഗതികൾക്കൊന്നൊരു അനാലിറ്റിക്കൽ സ്വഭാവമില്ല. പലപ്പോഴും ഗ്രീക്കുകാരുടെ പല ശാസ്ത്രീയ മാത്തമെറ്റിക്കായ കാര്യങ്ങൾക്കും അതിനൊരു സിന്തറ്റിക് സ്വഭാവമാണ് ഉള്ളത് എന്നാണ് പറയുന്നത്. സിന്തറ്റിക് സ്വഭാവം എന്ന് പറഞ്ഞാല് എന്താണ് പൊടുന്നനെ ഒന്നിൽ നിന്നൊരു കൺക്ലൂഷനിലേക്ക് എത്തുക. അപ്പൊ ഡെക്കാർട്ട് പറഞ്ഞെന്ന് പറഞ്ഞാല് പിന്നെ അനാലിറ്റിക്കൽ മെത്തേഡ് എന്ന് പറഞ്ഞാൽ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് എന്താണ് വളരെ ചെറിയ ചെറിയ സ്റ്റെപ്പുകളിലൂടെ നമ്മളൊരു കൺക്ലൂഷനിലേക്ക് ഇങ്ങനെ അനാലിറ്റിക്കലി എത്തുന്നതിനാണല്ലോ. സിന്തറ്റിക് അങ്ങനെയല്ല, ഒരൊറ്റയടിക്ക് ഓൾ ഓഫ് എസ് ഒരു ലീപ്പ് പോലുള്ള ഒരു സംഗതിനെ കുറിച്ചിട്ട് പറയാറുണ്ട്. അപ്പോ ഇവിടെ പറഞ്ഞു വന്നതിന് വിഷയം എന്തിനും, അതായത് ഈ ടൈം ആണെങ്കിലും സ്പേസ് ആണെങ്കിലും നമുക്കതിനെ മെഷർ ചെയ്യുന്ന സമയത്താണല്ലോ ഈ ഇൻഫിനിറ്റിന്റെ പ്രോബ്ലം വരുന്നത്. അത് മെഷർ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ചലനം നടക്കൂലേ? മെഷർ ചെയ്യുന്ന സന്ദർഭത്തിലാണ് ഇൻഫിനിറ്റിന്റെ പ്രോബ്ലം ഉണ്ടാവും നിങ്ങൾ പറഞ്ഞത്. നമ്മൾ അതിനെ മെഷർ ചെയ്യാൻ വേണ്ടി ഇപ്പൊ ഫസ്റ്റത്തെ പാരഡോക്സ് ഉണ്ടല്ലോ, ഡൈക്കോട്ടമി പാരഡോക്സ്. ഡൈക്കോട്ടമി പാരഡോക്സ് നമ്മൾ ആ പോയിന്റുകളെ നമ്മൾ കൺസീവ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴല്ലേ ഈ ഒരിക്കലും അത് ചലിക്കാത്തൊരു പ്രശ്നം വരുന്നത്, ഹാഫിന്റെ ആ പ്രോബ്ലം വരുന്നത്. അല്ലെ ഞാൻ ചോദിക്കുന്നത്, നമ്മള് ഇതിന്റെ റിയാലിറ്റിയെ അങ്ങനത്തെ കുറെ പോയിന്റുകളുടെ ഒരു കളക്ഷൻ ആയിട്ട് നമ്മൾ കാണുകയാണെന്നുണ്ടെങ്കിൽ പ്രോബ്ലം ഇല്ലേ? അത് നമ്മൾ കാണുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിട്ടല്ലേ. പക്ഷെ ഞാൻ പറഞ്ഞത് ഇത്തരം ആശയങ്ങള് പിന്നെ സയൻസിനെയും ടെക്നോളജിയൊക്കെ തന്നെ എന്താണ് സയൻസിനൊക്കെ തന്നെ വല്ലാതെ നമ്മൾ മനസ്സിലാക്കുന്നത് പലപ്പോഴും നമ്മളുടെ വിചാരം നമ്മളുടെ മെറ്റാഫിസിക്കലായ ആശയങ്ങൾ, നമ്മളുടെ ഫിലോസഫിക്കലായ ആശയങ്ങൾ നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന സയൻസിനെ ഒരിക്കലും സ്വാധീനിക്കാറില്ല. സയൻസ് അതിൽ നിന്നല്ലാതെ അപ്പുറമുള്ള വളരെ ഒബ്ജക്റ്റീവായ എന്തോ ഒരു കാര്യമാണെന്ന രീതിയിൽ സയൻസിനെ നമ്മൾ പിന്നെ എന്താണ് ഇതാക്കി കാണുമ്പോഴാണല്ലോ പ്രശ്നം. പക്ഷെ നമ്മൾ ഉദാഹരണത്തിന് നമ്മള് ഇതുമായി ബന്ധപ്പെട്ട തന്നെ വേറെ കുറെ വിഷയങ്ങളുണ്ട്. ഉദാഹരണം നമ്മൾ ഇന്നിപ്പോ പിന്നെ എന്താണ് ഒരു ടു ഈക്വൽ ആൻഡ് ഒപ്പോസിങ് ഫോഴ്സസിനെ കുറിച്ചൊക്കെ പറയാറുണ്ടല്ലോ. ഒന്ന് പോസിറ്റീവ് നെഗറ്റീവ് ഫോഴ്സ് എന്ന രീതിയിൽ നമ്മൾ പറയാറുണ്ട്. പിന്നെ ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് അതിനെ എതിർക്കുന്ന ഒരു മൈനസ് ഓപ്പോസിറ്റ് സൈഡിലുള്ള ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ഉണ്ട്. നമ്മൾ 10 - 10 = 0 എന്നാണ് പറയാറ്. 0 എന്ന് പറഞ്ഞാൽ ഒരു ഫോഴ്സും ഇല്ലാത്ത ഒരു അവസ്ഥയാണല്ലോ. പക്ഷെ അങ്ങനെയല്ലല്ലോ യഥാർത്ഥത്തിൽ അവസ്ഥ ഉള്ളത്.
അപ്പൊ നമ്മൾ യഥാർത്ഥത്തില് ഇതെങ്ങനെയാണ് നമ്മൾ ഇങ്ങനെ ഈക്വലന്റ് ഓപ്പോസിങ് ഫോഴ്സസിനെ കുറിച്ചിട്ട് ആ ഫോഴ്സസിന്റെ ഇക്വിലിബ്രിയത്തെ കുറിച്ചിട്ട് നമ്മൾക്ക് ഇങ്ങനെ ഒരു ആശയം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിച്ചു കഴിഞ്ഞാല് നമുക്ക് പോസിറ്റീവ് ഇന്റിജേഴ്സ് നെഗറ്റീവ് ഇന്റിജേഴ്സിനെ കുറിച്ച് നമ്മളൊരു ആശയം ഉണ്ടാക്കി. ഈ നെഗറ്റീവ് ഇന്റിജേഴ്സ് പിന്നെ എന്താണ് നെഗറ്റീവ് ഇന്റിജേഴ്സിനെ കുറിച്ച് ആശയം ഉണ്ടാക്കിയപ്പോൾ സ്വാഭാവികമായിട്ട് നമുക്ക് എന്താണ് ഇമാജിനറി നമ്പേഴ്സ് എന്ന് പറയുന്ന ആശയം നമ്മൾ ഉണ്ടാക്കി. പക്ഷെ ഈ സംഗതികളെല്ലാം തന്നെ യഥാർത്ഥത്തില് പിന്നെ അങ്ങനത്തെ സാധനങ്ങൾ ഉണ്ടോ ഇല്ലയോ? ഇനി ഇത്തരം നമ്പേഴ്സ് ഉണ്ടെങ്കിൽ അത് ലോജിക്കലി അത് റിഗറസ് ആണോ, അതെന്തെങ്കിലും കോൺട്രഡിക്ഷന് കൊണ്ടുവരുന്നുണ്ടോ എന്ന വിഷയങ്ങളെ കുറിച്ചൊന്നും ആളുകൾ ചിന്തിക്കാറില്ല. പക്ഷെ വളരെ ഡീപ്പർ ലെവലിൽ നോക്കിക്കഴിഞ്ഞാൽ അതിലൊക്കെ ഭയങ്കര പ്രോബ്ലംസ് ഉണ്ട്. ഇങ്ങനെ എല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പിന്നെ ഈക്വലന്റ് ഒപ്പോസിങ് ഫോഴ്സസിനെ കുറിച്ചൊക്കെ നമുക്ക് വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. നമ്മൾ അതിന്റെ വേറൊരു മെറ്റഫിസിക്കൽ ആംഗിളിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലും നമുക്ക് വളരെ സോഫിസ്റ്റിക്കേറ്റഡ് ആയ സയൻസ് ഉണ്ടാക്കാൻ പറ്റും. എല്ലാ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വിഷ്വലൈസ് ചെയ്യാൻ പറ്റും. പക്ഷെ നമുക്ക് എന്താണ് നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന പറഞ്ഞാൽ ഫോഴ്സിനെ കുറിച്ചിട്ട് പോസിറ്റീവ് ഫോഴ്സ് നെഗറ്റീവ് ഫോഴ്സ് ഈ രീതിയിൽ എന്താണ് രണ്ട് ഒപ്പോസിങ് ഫോഴ്സസിനെ കുറിച്ചിട്ടുള്ള ഈ കാഴ്ചപ്പാടാണ് വസ്തുനിഷ്ഠം, ഇതാണ് ഒബ്ജക്റ്റീവ് എന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ടല്ലോ. അപ്പൊ ഞാൻ പറയുന്നത് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണോ കാര്യങ്ങളെ പിന്നെ കാണുന്നത് അത് നമ്മളുടെ സയൻസിന്റെ ഡെവലപ്മെന്റ് വലിയൊരു പങ്ക് വഹിക്കുന്ന ഒരു സംഭവമാണ്. നമ്മളിവിടെ ഒരു സയൻസിന്റെ ഫിലോസഫിനെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാന്നുള്ളതാണ്. ഉദാഹരണത്തിന് അല്ലെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കാന്ന് പറഞ്ഞാല് ഇപ്പൊ എല്ലാ ആളുകളും ചെയ്തുകൊണ്ടിരിക്കുന്ന സംഗതി തന്നെ നമ്മൾ ഓരോ കൂടെ കൂടിയിട്ട് നമ്മൾ കുറെ കാര്യങ്ങൾ ചെയ്യും. എന്താണ് നമ്മൾ അതിനുള്ളിൽ യഥാർത്ഥത്തിലുള്ളത്, എന്താണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചൊന്നും ഒരു ചിന്ത നമുക്ക് ഉണ്ടാവില്ല. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടോ? ഓക്കെ, ഹാസിം പറഞ്ഞോളൂ. ഒരു കൺഫ്യൂഷൻ, അതായത് എന്റെ കൺഫ്യൂഷൻ എന്താന്ന് വെച്ചാൽ ഇത് ആറ്റോമിസത്തിനെ എതിർക്കാനാണ് ഈ ഒരു വാദഗതി സീനോ മുന്നോട്ട് വെച്ചതെന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ അത് ആലോചിച്ച് നോക്കുമ്പോൾ എനിക്കത് ആറ്റോമിസത്തിന് അനുകൂലമായിട്ടുള്ള ഒരു രീതിയിലും കൂടെ തോന്നുന്നുണ്ട്. എന്താന്ന് ചോദിച്ചാൽ ഇപ്പൊ രണ്ട് പോയിന്റ്സിനിടയിൽ ഉള്ള പോയിന്റ്സ് ഇൻഫിനിറ്റ് ആണ് എന്ന് നമ്മൾ ധരിക്കുക എന്നാണല്ലോ കണ്ടിന്യൂസ് എന്ന് പറയുന്നത്. അതായത് 1 പോയിന്റ് ഇടയ്ക്കും 2 ഇടയ്ക്കും ഒരു പക്ഷേ ഒക്കെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ഉണ്ട്. അതേസമയം നമ്മളത് ഇൻഡിവിസിബിൾ ആയിട്ടുള്ള ആറ്റംസ് കൊണ്ടാണ് ആ കണ്ടിന്യൂറ്റി ക്രിയേറ്റ് ചെയ്തതെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി അത് ഡെഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് അല്ലേ? ഉദാഹരണത്തിന് നമ്മള് ഈ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാല് അതിന്റെ എക്സ്റ്റൻഷൻ 0 ആണ്. ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഐഡിയയിൽ നമുക്കറിയാം അതിന്റെ എക്സ്റ്റൻഷൻ 0 ആണ്. അപ്പൊ സീനോ തന്നെ ഉന്നയിച്ച ഒരു പാരഡോക്സിൽ ഉന്നയിച്ച ഒരു വിഷയം അതാണ്. നമ്മൾ 0 മാഗ്നിറ്റ്യൂഡ് ഉള്ള അല്ലെങ്കിൽ 0 എക്സ്റ്റൻഷൻ ഉള്ള അദ്ദേഹത്തിന്റെ വേറൊരു പാരഡോക്സ് ആണ്, ഞാൻ അതിലേക്ക് പോയിട്ടില്ല. 0 എക്സ്റ്റൻഷൻ ഉള്ള കുറെ പോയിന്റുകൾ കൂടിയാൽ എങ്ങനെയാണ് ഒരു ഫൈനൈറ്റ് ലെങ്ത്തുള്ള ഒരു സാധനം ഉണ്ടാകുന്നതാണ്. അത് നമ്മള് ഇപ്പത്തെ കോഷിയുടെ പിന്നെ കൺവേർജൻസ് തിയറം വെച്ച് നോക്കി കഴിഞ്ഞാൽ പോലും അത് ശരിയാവൂല. നമ്മൾ കോഷി സീരീസ് ഒക്കെ വെച്ച് കോഷിയാണല്ലോ കൺവേർജൻസ് ടെസ്റ്റ് ഒക്കെ രൂപീകരിച്ച പല സംഗതികൾ. അപ്പൊ അദ്ദേഹത്തിന്റെ തിയറം വെച്ച് കഴിഞ്ഞാൽ തന്നെ എന്താണ് 0 ലെങ്ത് ഉള്ള കുറെ സാധനങ്ങൾ എല്ലാം കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാല് എങ്ങനെയാണ് ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഒരു സാധനം ഉണ്ടായിത്തീരുക? ഇനി ഫൈനൈറ്റ് ലെങ്ത് ഉള്ള ഇനിയിപ്പോ 0 ലെങ്ത് അല്ല ഒരു പോയിന്റിന്, അതിന്റെ എക്സ്റ്റൻഷൻ 0 അല്ല നമ്മൾ മനസ്സിലാക്കാം. അതിനൊരു ഫൈനൈറ്റ് എക്സ്റ്റൻഷൻ ഉണ്ടെന്ന് വിചാരിക്കാം, ഒരു ഫൈനൈറ്റ് ലെങ്ത് ഉണ്ട് ഒരു പോയിന്റിന് നമ്മൾ വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ ഇൻഫൈനൈറ്റ് നമ്പർ ഓഫ് ആ സാധനങ്ങൾ നമ്മൾ ആഡ് ചെയ്തതിന് നമുക്ക് എന്താ കിട്ടാൻ? ഇൻഫിനിറ്റി കിട്ടണം. അതും കോഷിയുടെ കൺവേർജൻസ് ടെസ്റ്റ് വെച്ചിട്ട് അങ്ങനെ തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പൊ രണ്ട് കേസാണെന്നുണ്ടെങ്കിൽ അപ്പൊ അതായത് മാഗ്നിറ്റ്യൂഡ് ഉണ്ടെങ്കിൽ നമ്മളിപ്പോ പോയിന്റ് ഒരു മാഗ്നിറ്റ്യൂഡ് കൊടുത്തു കഴിഞ്ഞാല് അപ്പൊ രണ്ട് പോയിന്റ്സിനിടെ ഇൻഫിനിറ്റ് നമ്പർ ഓഫ് പോയിന്റ്സ് ആഡ് ചെയ്യേണ്ടി വരും. പക്ഷെ അത് ഫൈനൈറ്റ് ആണെന്ന് നമ്മൾ ധരിക്കുകയാണെങ്കിൽ, അതായത് 2 പോയിന്റ്സിനിടെ ഫൈനൈറ്റ് നമ്പർ ഓഫ് മാഗ്നിറ്റ്യൂഡ് ഉള്ള പോയിന്റ്സ് ആണ് ഉള്ളതെന്ന് കരുതിയാൽ അത് ഒരു തരത്തിൽ ആറ്റോമിസം അല്ലേ? അത് ഞാൻ ചോദിക്കുന്നത് സ്പേസിനെയും ടൈമിനെയും നമുക്ക് എപ്പോഴും ഡിവൈഡ് ചെയ്തുകൊണ്ടേയിരുന്നൂടെ? ഇൻഡെഫിനിറ്റ്ലി നമുക്ക് എപ്പോഴും ഡിവൈഡ് ചെയ്തൂടെ? ഉദാഹരണം നിങ്ങൾ ഒരു മൈക്രോമീറ്ററിനെ വീണ്ടും നിങ്ങൾ എന്താണ് 1000 ടൈംസ് നിങ്ങൾ അതിനെ ഡിവൈഡ് ചെയ്യാറ് നാനോമീറ്റർ കിട്ടും. നാനോമീറ്ററിനെ വീണ്ടും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 1000 ടൈംസ് ഡിവൈഡ് ചെയ്ത് ഒരു പൈക്കോമീറ്റർ കിട്ടും. അതിൽ നിന്ന് വീണ്ടും 1000 തന്നെ ഫെംറ്റോമീറ്റർ കിട്ടും. അങ്ങനെ നിങ്ങൾക്ക് അതിനെപ്പോഴും ഇങ്ങനെ നിരന്തരം ഡിവൈഡ് ചെയ്ത് കൊണ്ടേ ഇരിക്കാമല്ലോ, സ്പേസ് ആണെങ്കിലും ടൈം ആണെങ്കിലും. വൈ ഷുഡ് യു സ്റ്റോപ്പ്? അതെ അതെ, ഡെഫിനറ്റ്ലി അത് ലോജിക്കലി അത് പോസിബിൾ ആണ്. ഞാൻ പറയുന്നത് ആറ്റോമിസം എന്ന് പറയുന്ന കൺസെപ്റ്റ് മുന്നോട്ട് വെക്കുന്നവർ ബേസിക്കലി പറയുന്നത് എന്താണ്, അതായത് എല്ലാ സാധനങ്ങളും ഇൻഡിവിസിബിൾ, ഐ മീൻ ഒരു പർട്ടിക്കുലർ പോയിന്റ് കഴിഞ്ഞാൽ ഡിവൈഡ് ചെയ്യാൻ പറ്റാത്ത ഒരു സംഭവം നമുക്ക് കിട്ടും. അതാണ് ആറ്റം എന്നുള്ള ഒരു പറയുന്നത്. അത് ടൈമിനെ ഒരു ആറ്റമായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നാണ് വാദം.
ഞാനൊന്ന് ഇടപെട്ടോട്ടെ. ഹാസിം സാഹിബ്, അങ്ങനെയാണെങ്കിൽ ഇപ്പൊ ഇവിടെ കൊടുത്ത ഡൈക്കോട്ടമി പാരഡോക്സ് ഇല്ലേ, ഈ ഡൈക്കോട്ടമി പാരഡോക്സ് അറ്റോമിസത്തിനെ സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഇവിടെ ഈ 15ന്റെയും 0ന്റെയും ഇടയിൽ ഫൈനൈറ്റ് നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടാവും. അങ്ങനെ വന്ന് വരുമ്പോ ഇവിടെ പറഞ്ഞ പോലെ ആറ്റോമിസം പ്രസന്റ് ആണെങ്കിൽ ഒരിക്കലും അയാൾക്ക് അപ്പുറത്തേക്ക് എത്താൻ പറ്റില്ല. അതുകൊണ്ടാണ് ഇത് ആറ്റോമിസത്തിന് എതിരാണെന്ന് പറയുന്നത്. ആറ്റമിസ ഇസ്ലാമിന്റെ ഒരു ഔദ്യോഗിക തിയറി ഒന്നല്ല കേട്ടോ. ആറ്റമിസ ഒരു അശരി ഒരു വിഭാവനയാണ്. അതങ്ങനെ അൾട്ടിമേറ്റ്. ഉദാഹരണത്തിന് ഗസാലി ഇമാം അതിനെക്കുറിച്ച് വളരെ കൃത്യമായിട്ട് മുൻകിദാലും പറഞ്ഞിട്ടുണ്ട്. വേണ്ടാത്ത കാര്യങ്ങളിൽ കലാമിന്റെ ആളുകൾ അവർക്ക് യാതൊരു വിവരമില്ലാത്ത കാര്യങ്ങളിൽ കയറിയിട്ട് ഇടപെട്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവരെ ഏരിയ അല്ല ഈ സാധനം എന്നൊക്കെ എന്താണ് ഇമാം ഗസാലി പറഞ്ഞതായിട്ട് നമുക്ക് കാണുന്നത്. ആറ്റമിസം ശരിയാണോ തെറ്റാണോ വേറെ ചർച്ച നടക്കേണ്ടതാണ്. ഞാൻ പറയുന്നത് ഇസ്ലാമിന്റെ ഔദ്യോഗികമായ എന്തോ ഒരു അക്കീദ സംഗതി ഒന്നല്ല ആറ്റമിസം എന്നൊക്കെ പറഞ്ഞത്. അങ്ങനെയല്ല, പക്ഷെ നമ്മൾ മോഡേൺ സയൻസും ഒരർത്ഥത്തിൽ ആറ്റോമിസ്റ്റിക് ആയിട്ടുള്ള ഒരു കാഴ്ചപ്പാടാണല്ലോ മുന്നോട്ട് വയ്ക്കുന്നത്. അപ്പം ആ ഒരു രീതിയിൽ ആണ് നമ്മൾ ആറ്റോമിസം എന്നുള്ള ഒരു കൺസെപ്റ്റ് ആയിട്ട് ചർച്ച ചെയ്തു എന്നേ ഉള്ളൂ. ആറ്റമിസത്തിനെ ഇപ്പൊ നിങ്ങള് ഈ ക്വാണ്ടം ഫിസിക്സിലൊക്കെ നോക്കിക്കഴിഞ്ഞാൽ അത് ആറ്റമിസ്റ്റിക് ആണോ ശരിക്കും? ക്വാണ്ടം മെക്കാനിക്സിന്റെ വരവിന് ശേഷം അതിന് റിയലി അത് ഒരുപാട് മാറിയിട്ടുണ്ട്. ഇപ്പം ഞാൻ ജസ്റ്റ് ചോദിച്ചു, ഒരാളും കൂടി ചോദ്യം ചോദിച്ചിരുന്നു, അതിലേക്ക് കൂടി പോയിട്ട് ആയിക്കോട്ടെ. ഒറ്റ ഒരാളും കൂടി ചോദ്യം ചോദിച്ചിരുന്നു, അത് കഴിഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഇത് നമ്മൾ ക്വാണ്ടം ഫിസിക്സിലൊക്കെ എനർജി കണ്ടിന്യൂസ് അല്ല എന്ന് പറയുന്നുണ്ടല്ലോ, അതായത് എനർജി ഇൻഫിനിറ്റി ഡിവിസിബിൾ അല്ല എന്ന്. അപ്പൊ അതേ തന്നെ നമ്മൾ സ്പേസിലേക്കും ടൈമിലേക്കും എടുക്കുകയാണെങ്കിൽ സ്പേസ് ഇൻഫിനിറ്റി ഡിസിബിൾ അല്ല, ടൈം ഇൻഫിനിറ്റി ഡിസിബിൾ അല്ല എന്ന് പറയും. അങ്ങനെ ചിന്തിക്കണമെങ്കിൽ പരിഹാരമല്ലേ? ഞാൻ ക്വാണ്ടം മെക്കാനിക്സിന്റെ ആളൊന്നല്ല. രണ്ടാമത് ഞാൻ വേറൊരു വിഷയം എന്ന് പറഞ്ഞാല് ക്വാണ്ട എന്ന് പറയുന്ന കൺസെപ്റ്റിനെ എതിർക്കല്ല ഇവിടെ ചെയ്യുന്നത്. ക്വാണ്ട ഉണ്ടായേക്കാം. ഉദാഹരണത്തിന് ആറ്റംസ് ഇൻഡിവിസിബിൾ ആണെന്ന് നമ്മള് ചിലപ്പോ എന്താണ് 19ാം നൂറ്റാണ്ടില് പിന്നെ ആളുകൾ എന്താണ് ആറ്റംസ് ഇൻഡിവിസിബിൾ ആണെന്ന് മനസ്സിലാക്കിയിട്ട് പിന്നെ എന്താണ് ആറ്റത്തിന് ഇന്റീരിയർ സ്ട്രക്ചർ ഉണ്ട്, ഇലക്ട്രോൺ ഉണ്ട്, പ്രോട്ടോൺ ഉണ്ട്. അതുകൊണ്ട് നമ്മൾ എന്താണ് അവിടേക്ക് നമ്മൾ ഈ പാർട്ടിക്കിൾസിനെ നമ്മൾ കാണുക എന്നതല്ല നമ്മളുടെ വിഷയം. പാർട്ടിക്കിൾസിന് വീണ്ടും നമ്മൾ എന്താണ് ക്വാക്സ്, സെമി ക്വാക്സ് എന്നാണ്, പിന്നെ മ്യൂോൺസ്, അങ്ങനെ പല സാധനങ്ങളും ഇല്ല. ഇപ്പൊ എനിക്കറിയാം, അല്ലാവില്ല, നിങ്ങൾക്കറിയാം, പിന്നെ അസീലിനൊക്കെ അറിയാൻ പറ്റുമോ സാധനങ്ങൾ എന്തൊക്കെയാണ്? പിന്നെ എന്തെങ്കിലും അതിന്റെ അസീൽ ഭായി നിങ്ങളുടെ അഭിപ്രായം എന്താ? ഈ പിന്നെ ഇൻഡിവിസിബിൾ എന്ന് പറയുന്ന സാധനം ഉണ്ട് അങ്ങനെ? ഇൻഡിവിസിബിൾ എന്ന് പറയുന്ന സാധനമല്ല, നമുക്ക് ഒരു പരിധിന്റെ അപ്പുറത്തേക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതാണല്ലോ പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ. നമുക്ക് വാട്സാപ്പ് നമ്മൾ കുറച്ചുകൂടി ഉപയോഗിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ക്ലാസ്സിൽ തന്നെ എല്ലാം ചർച്ച ചെയ്തിട്ട് സമയം കുറെ പോകാൻ നമുക്ക് ഒഴിവാക്കാം. ഓക്കെ, എന്നാ നമ്മള് തൽക്കാലം ഇപ്പൊ അവിടെ അവസാനിപ്പിക്കുകയാണ്. ബാക്കി ചർച്ച നമുക്ക് വാട്സാപ്പിലാവാം. അസ്സലാമു അലൈക്കും.